ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്ത്. അമ്മയുടെ നാട് എടപ്പള്ളി, അച്ഛൻ്റെ നാട് ട്രിവാൻഡ്രം തന്നെയാണ്. അമ്മ വീട്ടമ്മയായിരുന്നു, അച്ഛൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറായിരുന്നു. ഞാൻ 4 പേരിൽ മൂത്തത്. എൻ്റെ താഴെ 2 അനിയത്തിമാരും ഒരു അനുജനുമുണ്ട്. അപ്പം അച്ഛൻ നല്ലോണം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട് ബുക്സും മാഗസീൻസും കൊണ്ട് സമ്പന്നമായൊരു വീടായിരുന്നു, ആണ് ഇപ്പോഴും. അപ്പം അച്ഛൻ ധാരാളം വായിക്കും. കൂടാതെ അന്ന് ഒരുപാട് മാഗസീൻസും വരുത്തുമായിരുന്നു. അപ്പം ടൈം, പിന്നെ ലൈഫ്, ന്യൂസ് വീക്ക്, ഇന്ത്യയിലുള്ള റീഡേഴ്സ് ഡൈജസ്റ്റ്, അല്ലാണ്ട് ഹിന്ദുവും കേരളകൗമുദിയായിരുന്നു സ്ഥിരമായി വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്നത്. അപ്പം ധാരാളം, പിന്നെ വുമൺ ആൻഡ് ഹോം, ഫെമിന, ഈവ്സ് വീക്ക്ലി, ഇങ്ങനെ ഒരുപാട് മാഗസീൻസും വരുമായിരുന്നു. അപ്പം ധാരാളം മാഗസീൻസ് ഇല്ലാത്തതുണ്ടായിരുന്നത് സിനിമയെ പറ്റി മാഗസീൻസ് ഒന്നും ഇല്ലായിരുന്നു. അത് ഞങ്ങൾ വരുന്നത്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട് തൊട്ടപ്പുറത്ത്, ഇവിടെ വഴുതക്കാടാണ് മുത്തശ്ശി താമസിച്ചിരുന്നത്. മുത്തശ്ശിയുടെ വീട്ടിൽ മുത്തശ്ശിക്ക് ഇഷ്ടമായിരുന്നു സിനിമയെപ്പറ്റി വായിക്കാനായിട്ട്. അപ്പം ഇവിടെ ഒരു ലെൻഡിങ് ലൈബ്രറി, ഒരു പണ്ട് സൈക്കിളിൽ ഇങ്ങനെ പുസ്തകം കൊണ്ടുവരുന്ന ഒരാളുണ്ടായിരുന്നു. അതിൽ സ്റ്റാർ ആൻഡ് സ്റ്റൈലും സിനി ബ്ലിഡ്സ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ വരുമ്പോഴാണ് വായിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ സിനിമയെ അങ്ങനെ എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നില്ല, കൂടുതലും ഇംഗ്ലീഷിലായിരുന്നു. അച്ഛൻ പഠിച്ചതൊക്കെ ഹൈദരാബാദിലും മെഡ്രാസിലൊക്കെയാണ്. അപ്പം അച്ഛൻ നന്നായി മലയാളം എഴുതുകയും വായിക്കുകയൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. വായന കൂടുതലും ഇംഗ്ലീഷിലായിരുന്നു. അപ്പം കൂടുതലും ഇംഗ്ലീഷ് മാഗസീൻസ് ആണ്. പിന്നെ ഈ 2 ഹിന്ദുവും കേരളകൗമുദിയാണ് സ്ഥിരമായി വരുത്തുന്ന പത്രങ്ങൾ. പിന്നെ ഓഫീസിൽ വേറെ ഏതൊക്കെയോ പത്രങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് വായിക്കുന്ന ഓർമ്മയില്ല എനിക്ക് വേറെ ഏതൊക്കെയാണെന്ന്. മാഗസീൻസും ധാരാളം വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വായനയോടും എഴുത്തിനോടും ഒക്കെ വലിയ കമ്പമായിരുന്നു ആദ്യമേ. വലിയ ഇഷ്ടമായിരുന്നു പുസ്തകം വായിക്കാൻ. അങ്ങനെ അപ്പോൾ 10 കഴിയുമ്പോൾ നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പം ഞാൻ CBSE ആണ് പഠിച്ചത്. അപ്പം ഞാൻ മലയാളം സ്കൂളിൽ പഠിച്ചിട്ടേ ഇല്ല. അപ്പം അത് കേരളകൗമുദി വായിച്ചാണ് കുറേങ്ങാനും മലയാളം വായിക്കാനും പഠിച്ചത്. എഴുതാൻ നേരെ പഠിച്ചിട്ടില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് CBSEയിൽ അന്ന് സംസ്കൃതമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയാണ്. മലയാളം വലിയ ടഫുമായിരുന്നു പഠിക്കാനായിട്ട്. നല്ല ടീച്ചേഴ്സൊക്കെ കുറവായിരുന്നു ആ കാലത്ത് CBSEയിൽ. അപ്പോൾ മലയാളം കൂടുതലും വീട്ടിൽ ആണ് പഠിച്ചത്, മൈ ഓൺ. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞപ്പോൾ അച്ഛൻ ആഗ്രഹം ഇക്കണോമിക്സ് എടുക്കണമെന്നായിരുന്നു. വിമൻസ് കോളേജിൽ തന്നെ ചേരണം, അല്ലെങ്കിൽ പിന്നെ 11th 12th ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം എന്നുള്ള ആഗ്രഹമാണ്. RSNL സ്കൂൾ വളരെ, അന്നൊക്കെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിലും വലിയ ആഗ്രഹമായിരുന്നു കോളേജിൽ പോകണം എന്നുള്ള. അപ്പോൾ അങ്ങനെ വിമൻസ് കോളേജ് ജോയിൻ ചെയ്തു. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. നമ്മൾ ഈ ഓർക്കിഡിനെയൊക്കെ വളർത്തുന്ന പോലെ ഗ്രീൻ ഹൗസ് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിലൊക്കെ. നമുക്ക് യാതൊരു എക്സ്പോഷർ ഇല്ല, സ്ട്രൈക്ക് വരാറില്ല. ഇവിടെ അന്നത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവധിയില്ല. മിക്കവാറും വിഷുവിൻ്റെ ഇടയ്ക്കാണ് പരീക്ഷ. അപ്പം അങ്ങനെയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. വിമൻസ് കോളേജിൽ വന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ സമരം വരുന്നത്. ഞാൻ വെളിയിലിറങ്ങി നിന്ന് വാച്ച് ചെയ്തു. ബെല്ലടിച്ചു, പയ്യന്മാർ വന്നു. ആർട്സ് കോളേജിൽ നിന്നാണ് വന്നെന്ന് തോന്നുന്നു. ഭയങ്കര കൗതുകമായിരുന്നു, എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് കാണാനായിട്ട്. കോളേജ് വിട്ടു. അപ്പം അങ്ങനെ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ്ങും ഒക്കെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ വിമൻസ് കോളേജിൽ വന്ന ശേഷമാണ്. അന്ന് അവിടെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല. ഇലക്ഷൻസ് ഒക്കെ മിക്കവാറും വളരെ ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയറിലാണ് നടന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല മിടുക്കുള്ളവരാണ് മിക്കവാറും ജനറൽ സെക്രട്ടറിയും ചെയർപേഴ്സണൊക്കെ ആയത്. രാഷ്ട്രീയം ഇല്ലായിരുന്നു, പക്ഷെ അന്ന് ഈ ഒരുപാട് പ്രശ്നങ്ങളിൽ അന്ന് ചെറുതായിട്ട് പലരും വന്ന് നമ്മളെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് ഒക്കെ ഉണ്ടായ ശരിക്കും പറഞ്ഞാൽ വിമൻസ് കോളേജിലായിരുന്നു. വലിയൊരു ചേഞ്ചാണ് നമ്മുടെ പേഴ്സണാലിറ്റിയും എല്ലാത്തിലും വരുത്തിയ ഒരു വലിയ വ്യത്യാസമായിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ ഫ്രീഡം ഉണ്ട്. നമ്മളാണ് ഡിസൈഡ്, നമ്മൾ ആ ഫ്രീഡം കൊണ്ട് നമ്മൾ ഒഴുകിപ്പോവാണ്ട് നമ്മൾ സൂക്ഷിക്കണം. ആരും നമ്മളെ ക്ലാസ്സിൽ കയറാൻ പറയണില്ല, ആരും നമ്മളോട് ഇന്ന ക്ലാസ് കട്ട് ചെയ്തുവിടാന്നൊന്നും പറയണില്ല. പക്ഷെ നമുക്ക് പിന്നെ ആദ്യത്തെ വന്ന ലഹരി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളത്. അപ്പം അമ്മ എന്നും പറയും എല്ലാം ശരിയാണ്, പഠിച്ചോളണം, മാർക്ക് മാത്രം കുറയരുതെന്ന്. അപ്പം എൻ്റെ അച്ഛനും പറഞ്ഞത് ദിസ് ഇസ് ദ ബെസ്റ്റ് പീരീഡ് ഓഫ് യുവർ ലൈഫ്, അതുകൊണ്ട് എൻജോയ് ചെയ്യണം, പക്ഷെ പഠിത്തം മാത്രം പോവാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ അത് ഭാഗ്യവശാൽ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പം അവിടെ തന്നെ ഇക്കണോമിക്സിന് BAക്ക് ചേർന്നു. നല്ല ഫ്രണ്ട്സൊക്കെ ആയി. അപ്പോൾ അവിടെ ചെറുതായിട്ട് അന്ന് തങ്കമണി കേസൊക്കെ വന്ന സമയമായിരുന്നു ഞങ്ങൾ BA MA ഒക്കെ പഠിച്ചപ്പോൾ. അപ്പോൾ അതിലൊക്കെ പ്രൊട്ടസ്റ്റിനും സിഗ്നേച്ചർ ക്യാമ്പയിനും ഒക്കെ അന്ന് സുകന്യ ഉണ്ടായിരുന്നു. സുകന്യ പ്രീ ഡിഗ്രിക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തീപ്പൊരിയായിരുന്നു പക്ഷെ സുകന്യ.
സുകന്യ, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. സുകന്യയായിരുന്നു ഏറ്റവും മിടുക്കി അന്നത്തെ കാലത്ത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, പിന്നെ അത് കഴിഞ്ഞ് BA കഴിഞ്ഞാണ് ആദ്യമായിട്ട് 84-ലായിരുന്നു നമുക്കിവിടെ ടെലിവിഷൻ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് വന്നു തുടങ്ങി. അന്നും അതിനു മുമ്പ് കെൽട്രോണിലൊക്കെ സിനിമ കാണുക, കെൽട്രോണിൻ്റെ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു എന്നൊരു സിനിമ, അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു. പക്ഷെ എന്നാലും സൂര്യയിലാണ് ശരിക്കും ഒരു വ്യൂയിങ് കൾച്ചർ, സൂര്യ കൾച്ചറൽ സൊസൈറ്റി. അവിടെ പോയി നമ്മൾ സിനിമ കാണും. പിന്നെ ഒരുപാട് പേരുടെ നല്ല നല്ല കോൺസേർട്സും, സൂര്യകൃഷ്ണമൂർത്തി ഒരുപാട്, അദ്ദേഹം അന്നത്തെ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആണ്, ട്രിവാൻഡ്രത്ത് വന്ന് പ്രോഗ്രാംസ് നടത്തിയിരുന്നത്. അപ്പം അത് കാണാനും, ഇത്ര അടുത്താണ് ഞങ്ങൾക്ക് നടന്നു പോകുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ആസ്വാദന ഒരു കൾച്ചർ വളർത്തിയെടുക്കാനായിട്ട് സൂര്യക്കൊരു വലിയ പങ്കുണ്ട്. നല്ല സിനിമകൾ കാണാൻ, പിന്നെ നല്ല പ്രോഗ്രാംസ് കേൾക്കാൻ അതൊരു വലിയ ഹെൽപ്പായിരുന്നു. അംജദ് അലി ഖാനെയൊക്കെ കേട്ട ഒരുപാട് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കര, ഒരിക്കലും അൺഫർഗറ്റബിൾ ആയിരുന്നു അതൊക്കെ, അവരുടെ കോൺസേർട്സ് കേൾക്കാൻ പോകുന്നതൊക്കെ. സിനിമകളും അതുപോലെ സൂര്യയിൽ വളരെ സേഫ് ഒരു എൻവയൺമെന്റ് ആണ്. നമുക്ക് എല്ലാവരും അറിയുന്നവരാണ്. ടാഗോർ തിയേറ്ററിലായിരുന്നു പരിപാടി, നടന്നു വരാം. അപ്പോൾ ഇവിടുന്ന് ധനശ്രോമണി റോഡിൽ നിന്ന് ഞങ്ങൾക്കൊരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു, നടന്നു വരും ടാഗോർ തിയേറ്റർ. നമുക്ക് ഒട്ടും പേടിയോ അങ്ങനെ ഒരു, നമ്മുടെ ഒരു സേഫ് ഗ്രൗണ്ട് എന്നൊരു ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് ആദ്യമായിട്ട് എലക്ഷൻ പ്രണോയ് റോയ് കൊണ്ടുവരുന്നത്. നമുക്ക് എലക്ഷൻ വന്നു. ഐ തിങ്ക് ഇന്ദിരാഗാന്ധി മരിച്ച ഉടനെ ഉള്ള ആദ്യത്തെ ജനറൽ എലക്ഷൻ ലൈവായിട്ട് കണ്ടു. അതെനിക്ക് ഭയങ്കര ഒരു ഇന്ത്യ ശരിക്കും വാട്ട് മേക്സ് ഇന്ത്യ ടിക്ക് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. പല സ്ഥലങ്ങളിൽ ഒരു ഭയങ്കര അഡ്രിനലിൻ റഷ് ആയിരുന്നു അത് കാണുന്നത്. ശരിക്കും ആ ഡെമോക്രസി അറ്റ് വർക്ക്. മറ്റേ പത്രങ്ങൾക്ക് ഒരിക്കലും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നത്തെ റിപ്പോർട്ടിംഗ് എനിക്ക് തോന്നിയത് വളരെ സ്റ്റേഡും കളർലെസ് ആയിരുന്നു. ഒരിക്കലും ഈ ഇലക്ഷന്റെ ആ ഒരു ലൈഫ് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പത്രത്തിനും, ഒരു ഭാഷയിലും തന്നെ. അപ്പം ഇത് ശരിക്കും ലൈവ്, നമ്മൾ എത്ര തരം ഭാഷ സംസാരിക്കുന്നവർ, പല റീജിയൻസിൽ ബ്യൂട്ടിഫുൾ കവറേജ് ആയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ സെഫോളജിസ്റ്റ് എന്നുള്ള വാക്ക് പഠിച്ചത് പ്രണോയ് റോയ് വന്നപ്പോഴാണ്. എലക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു ദ പൾസ് ഓഫ് ഇന്ത്യ ആസ് ഇറ്റ് ഗോസ് ടു വോട്ട്, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ ഒരു എലക്ഷൻ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എനിക്ക് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു. എനിക്ക് ജേർണലിസം ചെയ്യണം. എനിക്ക് അന്നത്തെ വലിയ ആഗ്രഹം ഇലക്ട്രോണിക് ജേർണലിസം ചെയ്യണം എന്നായിരുന്നു. എനിക്ക് ദിസ് ഇസ് വാട്ട് റിയലി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാഷനറ്റ് ജോലി ഇതാണ്. എനിക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പം അതൊക്കെയായിരുന്നു മനസ്സിലാഗ്രഹം. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അന്ന് സ്ത്രീകൾ ജേർണലിസ്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടും പോലും ആരുണ്ടെന്ന്. ഞാൻ ഈവ്സ് വീക്ക്ലിയിലും ഇതെല്ലാം കാണുന്നല്ലാണ്ട് വേറെ ആരെയും എനിക്ക് സ്ത്രീകൾ പത്രപ്രവർത്തകരായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ NDTV അല്ല, പ്രണോയ് റോയുടെ കൂടെ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു തോന്നുന്നു, എനിക്കിപ്പോൾ എക്സാക്ട്ലി ഓർമ്മയില്ല. ന്യൂസ് റീഡേഴ്സ് ഉണ്ടായിരുന്നു അന്ന്, വളരെ റിമി സൈമൺ, കോമൽ GB സിംഗ്, നീതി രവീന്ദ്രനൊക്കെ. പക്ഷെ ന്യൂസ് റീഡർ ആവാൻ വലിയ താല്പര്യം, എനിക്കിഷ്ടം ജേർണലിസ്റ്റ്, മീഡിയ പേഴ്സൺ ആവണം. അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞു എവിടെ പഠിക്കണം എന്ന് പോലും കാര്യം. അന്ന് ഭയങ്കര ഷെൽട്ടേർഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. സിനിമയും വിമൻസ് കോളേജും പോക്കല്ലാണ്ട് അതിനപ്പുറം ഒരു വലിയൊരു ട്രിവാൻഡ്രം പോലും നേരെ അറിഞ്ഞാത്തൊരു പേഴ്സൺ ആയിരുന്നു. വളരെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എന്നല്ലാണ്ട് വെളിയിലോട്ട് പുറം ലോകമായിട്ട് വലിയൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്ഥലം കാട്ടാക്കടയ്ക്ക് അടുത്താണ്, കൃഷി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേ ഫാമിങ്ങും അതിൻ്റെ ആ ഒരു, ശരിക്കും നെൽകൃഷിയായിരുന്നു. അപ്പോൾ അതൊരു വലിയ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അതാണ് ശരിക്കും ഒരു എക്സ്പോഷർ എന്ന് പറയാൻ. അപ്പുറം ട്രിവാൻഡ്രം സിറ്റി പോലും നേരെ അറിഞ്ഞൂടെയായിരുന്നു. അപ്പം ഇങ്ങനെ ജേർണലിസം പോകണമെന്ന് അമ്മയ്ക്ക് ഷോക്കായിരുന്നു. അമ്മയുടെ കണ്ണിൽ ടീച്ചിങ് ആണ് ഏറ്റവും നല്ല പ്രൊഫഷൻ സ്ത്രീകൾക്ക്. അപ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമം. അമ്മ പറഞ്ഞു എന്തൊരു പൊട്ട ജോലിയാണ് ഇത്, രാത്രി അതും ഇതും വരണം, ആരാണെന്ന് അറിഞ്ഞുകൂടാ, എവിടെ പോയി ട്രാവൽ ചെയ്യണം ഒറ്റയ്ക്ക്. അപ്പം അച്ഛൻ മരിച്ചിരുന്നു ആ സമയം കൊണ്ട്. ഞാൻ BA സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണം. ഞങ്ങൾ താഴെ 3 പേര്. അപ്പം അമ്മയ്ക്ക് തീരെ ഒട്ടും, പിന്നെ അമ്മയുടെ റിലേറ്റീവ്സും ഒട്ടും അമ്മ എൻകറേജ് ചെയ്തില്ല. ശരിക്കും പേടിപ്പിച്ചു. അയ്യോ അവിടെയൊക്കെ പോയാൽ ചീത്തയായി പോവും, വഴി തെറ്റിപ്പോവും, അങ്ങനെ ഇങ്ങനെ കാര്യവട്ടമൊക്കെ വലിയ പ്രശ്നമാണെന്നെല്ലാം പറഞ്ഞ് ഒട്ടും മനസ്സോടെയാണ് MA ഇക്കണോമിക്സിന് ചേർന്നത് വിമൻസ് കോളേജിൽ. എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് കോഴ്സ് എൻ്റെ മനസ്സേ ഉണ്ടായിരുന്നില്ല അവിടെ. എനിക്ക് എക്കണോമിക്സ് ഭയങ്കര തിയറിറ്റിക്കലായിട്ട് തോന്നി. എനിക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ആ കാലത്ത് വളരെ തിയറിറ്റിക്കലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചില സാറുമാർ അവർ പഠിപ്പിച്ച സാറുമാരുടെ നോട്ട്സാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അന്നത്തെ MA വാസ് ക്വൈറ്റ് സാഡ് വിമൻസ് കോളേജിലെ. അതൊക്കെ. പക്ഷെ പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. കല്യാണം കഴിഞ്ഞ് പൂനെയിലാണ് പോയത്. അവിടെ പിന്നെ ബിസിയായി, നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു വഴിത്തിരിവായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ യങ്ങസ്റ്റ് സിസ്റ്റർ, 3ാമത്തെ ആള് രമ, പൂനെയിൽ
വന്ന് അവൾ എൻട്രൻസ് എക്സാംസ് എഴുതി. അങ്ങനെ അവൾക്ക് അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് പൂനെയുടെ തന്നെ റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജേർണലിസത്തിന് ചേർന്നു. 1 year കോഴ്സാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അപ്പം ചെയ്തപ്പം അവൾ ഈ അസൈൻമെന്റ്സ് കൊണ്ടുവരും. അവൾക്ക് ഇപ്പം തലക്കെട്ട് കൊടുക്കുന്നതും പലപ്പോഴും ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതും ഒക്കെ ഞാനായിരുന്നു. അപ്പം അവളിങ്ങനെ ചേച്ചി പോയി ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പറയുമായിരുന്നു. അന്ന് എനിക്ക് ഓർക്കാൻ പോലും എൻ്റെ മോന് 1 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ അതൊരു എന്താണ് പിന്നെ എൻ്റെ 10th അന്നൊക്കെ ഞങ്ങൾക്ക് CBSE 10th പാസ് ഒരു കഷ്ണം പേപ്പറാണ്. CBSE ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. അപ്പം 2 സ്കൂൾ അങ്ങോട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടവശാൽ ഇവിടെ വിമൻസ് കോളേജിൽ നിന്ന് അത് മിസ്സിങ് ആയി. ഞാൻ ഒരുപാട് പോയി തപ്പി. അവരും വളരെ ഓഫീസിന് ഹെൽപ്ഫുൾ ആയിരുന്നു. അവരൊന്നും ഒരു തുണ്ട് പേപ്പറല്ലേ കളഞ്ഞുപോയി കാണുന്നത്. അപ്പം അതൊരു വലിയ, ഞാൻ വിചാരിച്ചു എങ്ങനെ പഠിക്കുന്നൊക്കെ. അന്ന് തീരെ വിവരമില്ലായ്മയായിരുന്നു, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, അതാണ് കൂടുതലും. അപ്പം CBSE അവിടെ സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അഫിഡവിറ്റ് വേണം. പിന്നെ ഞങ്ങളുടെ നെയ്ബറായിരുന്ന ഇപ്പം അഡ്വക്കേറ്റ് രഘുവണ്ണൻ ഞങ്ങൾക്ക് എനിക്ക് അഫിഡവിറ്റ് ഒക്കെ ഫയൽ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ അപ്പോൾ മോൻ വലുതായി. അപ്പോൾ അതിനിടയ്ക്ക് സ്കൂളിൽ ജോലി കിട്ടി പൂനെയിൽ, ഒരു വെരി ഡിഫറെൻറ്റ് സ്കൂൾ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടീച്ചിങ്. ഞാൻ ഇംഗ്ലീഷ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 5, 6, 7 എനിക്ക് വലിയ ഇഷ്ടമാണ് പഠിപ്പിക്കുന്ന ജോലി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സ്കൂളിൽ ഒരു വശം കുട്ടികളെ തല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ഐ ഓപ്പണർ ആയിരുന്നു. എങ്ങനെ ഡിഫറെൻ്റ്ലി പഠിപ്പിക്കാം. നമ്മൾക്ക് അടിയും പിടിയും, പിന്നെ റിപ്പോർട്ട് കാർഡിൽ ഭയങ്കര മോശമായിട്ട് എഴുതും. അപ്പം അവിടുത്തെ മീന ചന്ദാവർക്കർ എന്ന് പറയുന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ടൊരു സ്കൂളായിരുന്നു, അഭിനവ് വിദ്യാലയ. അപ്പം മീന പറയുന്ന എല്ലാ കുട്ടികൾക്കും ദർ ഇസ് സംതിങ് പോസിറ്റീവ്. ഇറ്റ് ഇസ് അപ് ടു ദ ക്ലാസ് ടീച്ചർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ പോസിറ്റീവ് സൈൻ ഇൻ എ ചൈൽഡ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ റിപ്പോർട്ട് കാർഡിൽ തോന്നിവാസം എഴുതി വയ്ക്കും, പക്ഷേ ഈ റിപ്പോർട്ട് കാർഡ് ഈ കുഞ്ഞിൻ്റെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. അതുകൊണ്ട് ഒറ്റ നെഗറ്റീവ് സാധനം പോലും കുഞ്ഞിൻ്റെ റിപ്പോർട്ട് കാർഡിൽ എഴുതാൻ പാടില്ല. അപ്പം ലാസ്റ്റിൽ നമ്മളിരുന്ന് ഞങ്ങളൊരു ലിസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സ് എഴുതി വെക്കും, എന്തോന്ന് എഴുതണം. അപ്പം ചില കുട്ടികളൊക്കെ വളരെ ക്വയറ്റാണ്. പക്ഷേ മീന മാം പറയുന്നത് അവരിലും കാണും എന്തെങ്കിലും പോസിറ്റീവ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റൈറ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് ഫോക്കസ് ഓൺ ദാറ്റ്. നേരിട്ട് വേണമെങ്കിൽ അമ്മമാരുടെ അടുത്ത് പറയാം കുട്ടി റെസ്റ്റ്ലെസ് ആണെന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണമെന്നോ പഠിത്തത്തിൽ. പക്ഷെ ഒറ്റ സാധനം റിപ്പോർട്ട് കാർഡിൽ നെഗറ്റീവായിട്ട് എഴുതാൻ പാടില്ല. ഇതൊരു കാര്യം ഇല്ല. ആദ്യമായിട്ടാണ് സ്കൂളിൽ 3 or 4 കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ കൗൺസിലർ വരുന്ന ക്ലാസ്സിലിരുന്ന് വാച്ച് ചെയ്യും ആ കുട്ടിയെ, നമ്മളുടെ പഠിപ്പിക്കുന്ന രീതിയിലാണോ തെറ്റ്, ഓർ ആർ വി നോട്ട് ഗുഡ് ഇനഫ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പിന്നെ രമ അപ്പം MAക്ക് അവിടെ ജോയിൻ ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് പൂനെയിൽ. ഞാൻ വെറുതെ പോയി എന്തായാലും ജേർണലിസം എനിക്ക് അന്നും എൻ്റെ ഈ ആഗ്രഹം അണഞ്ഞിട്ടില്ല. പോയി എൻട്രൻസ് എക്സാം എഴുതി. അത് ഭയങ്കര സിനിമാറ്റിക് ആയിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി ചെന്ന് ഞങ്ങൾ ലിസ്റ്റ് നോക്കി. അപ്പം എൻ്റെ പേരില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ വന്നു. പിന്നെയും നോക്കിയപ്പം ഞാൻ ഐ ഹാഡ് ടോപ്പ് ദ എൻട്രൻസ് എക്സാം. അങ്ങനെ അപ്പം കോഴ്സിന് ജോയിൻ ചെയ്ത് ബെസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പം പോലും നമ്മുടെ ഇവിടെ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ടോയെന്ന് സംശയമാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നത് നമുക്ക് എഴുതാൻ പഠിപ്പിക്കും നമ്മളെ. ഹൗ ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു മാവിൻ കുർവേ എന്ന് പറഞ്ഞാൽ ടു റൈറ്റ് എ 3rd edit ഓഫ് ദ ടൈംസ് ഓഫ് മാവിൻ കുർവേ. പിന്നെ ഞങ്ങൾക്ക് ഫീച്ചർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞങ്ങൾ PC എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നവരെ. പരിമൾ ചൗധരി എന്ന് പറഞ്ഞ അവിടെ ഇവിടുന്ന് US എന്നൊക്കെ പഠിച്ചു വന്നൊരു ടീച്ചറായിരുന്നു. ദീസ് വർ ദ ബെസ്റ്റ്. അതുപോലെ ഞങ്ങൾ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇന്ത്യ. സുഹാസ് പലിശക്കർ എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പം സുഹാസ് പലിശക്കർ വളരെ ഫേമസ് ആണ്. മഹാരാഷ്ട്രയിൽ മറ്റേ ടെക്സ്റ്റ് ബുക്ക് കരിക്കുലം മാറ്റലെല്ലാം ഒരുപാട് ഫേമസ് ആണ് സുഹാസ് പലിശക്കർ. അപ്പം ദേവർ ജീനിയസസ്. പിന്നെ ഒരു ശ്രീകാന്ത് പരാഞ്ച്പയാണ് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അത് എല്ലാം ഇന്ത്യയെ ബേസ് ചെയ്താണ്. ഈ വിത്തിൻ 1 year നമ്മൾ തറോ ആവും ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്തോന്നാണെന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഹിസ്റ്ററി ഓഫ് പ്രസ്, ഇന്ത്യൻ ലോസ്, പ്രിന്റിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം സുജിത് പട്വർദ്ധൻ, പട്വർദ്ധൻ്റെ ചേട്ടനാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രിന്റിങ്. PK നായർ സാർ അന്ന് സിനിമയാണ് എടുത്തിരുന്നത്. PK നായർ സാറാണ് ഞങ്ങൾക്ക് സിനിമാ ജേർണലിസം പഠിപ്പിക്കുന്നത്. ആർക്കൈവ്സ് തൊട്ടപ്പുറത്തായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകായിരുന്നു, സാറിനോട് സംസാരിക്കാം എത്രയാണെങ്കിലും. അപ്പം ആ പഴയ ഒരു 7-8 വർഷം ഗ്യാപ്പ് കഴിഞ്ഞ് എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ പഠിക്കാൻ പറ്റി. ഇറ്റ് വാസ് വണ്ടർഫുൾ. എല്ലാം കഴിഞ്ഞ് 10 ദിവസം ഞങ്ങളെ ഡൽഹി കൊണ്ടുപോകും, റിയൽ ഹാൻഡ്സ് ഓൺ. ഇത് മാർക്കുള്ളൊരു ഇതാണ് ഈ ഡൽഹി യാത്ര.
അവിടെ ചെന്ന് നമ്മൾ പല തരത്തിലുള്ള പൊളിറ്റീഷ്യൻസ്, അപ്പം ഇവർക്ക് പൂനെയിൽ വളരെ ക്ലൗട്ടുള്ളവരായിരുന്നു. ഞങ്ങൾ വി മെറ്റ് ഈ അടൽ ബിഹാരി വാജ്പേയി ഇലക്ഷൻ അന്ന് ഓപ്പോസിഷനിലാണ്. LK അദ്വാനി, ചവാൻ, അന്ന് ഹി വാസ് എ മിനിസ്റ്റർ, സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ. മൻമോഹൻ സിംഗ് ആയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. ഇവരെല്ലാം ഫിനാൻസ് മിനിസ്റ്റർ ആണോ അന്ന്, ഹി വാസ് സംബഡി, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ ഇവരെ എല്ലാം മീറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്കെല്ലാം കമ്പൽസറി 1 question, നോട്ട് മോർ ദാൻ 2 questions. ഈ 30 സ്റ്റുഡൻസും ഇത് നമ്മളെ മാർക്ക് ചെയ്യും. അതൊരു ഭയങ്കര, നമുക്ക് തിരിച്ച് അസൈൻമെന്റ്സ് കൊടുക്കണം ഇതിൽ ബേസ് ചെയ്ത്. പിന്നെ ഞങ്ങൾ പ്രണോറോയെ മീറ്റ് ചെയ്തു. അന്നത്തെ MJ അക്ബർ, ഇവരൊക്കെ വലിയ ലീഡിങ് സ്റ്റാർസ് ആയിരുന്നു അന്ന്. പിന്നെ മീറ്റ് ചെയ്തത് TN ശേഷൻ ഒന്ന് കത്തി നിൽക്കുന്ന സമയമാണ് ഇലക്ഷൻ കമ്മീഷണറായിട്ട്. ഐ-കാർഡ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നു ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട്. അപ്പം TN ശേഷനെ മീറ്റ് ചെയ്തു. സൂപ്പർ ഒരു കോഴ്സായിരുന്നു അത്, നമുക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തെടുത്തത്. EV ചിറ്റ്നസ് എന്ന് പറഞ്ഞ സാറാണ് അന്ന്. പിന്നെ കേവൽ കുമാർ എന്ന് പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സയൻസിൽ ടെക്സ്റ്റ് ബുക്സ് എന്നിപ്പോൾ പഠിക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സയൻസ് പഠിപ്പിച്ചു തന്നത്. അപ്പം വളരെ പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ കോഴ്സാണ്. തിയറിയും കാട്ടി ഫുൾ എഴുത്താണ് നമുക്ക്. അപ്പോൾ ഫീച്ചേഴ്സ് എങ്ങനെ എത്ര തരത്തിൽ എഴുതാൻ പറ്റും, ഒരു റിപ്പോർട്ട് എഴുതി 30 പേര് സബ്മിറ്റ് ചെയ്യണം. വെട്ടി നുറുക്കി എത്ര അതിനെ കൊച്ചാക്കാമായിരുന്നു. പ്രസന്ന കുമാർ അക്ലുച്കർ എന്ന് പറഞ്ഞൊരു സാറാണ് ഞങ്ങൾക്ക് എഡിറ്റിംഗ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം ശുദ്ധ മറാഠിയിലേ സംസാരിക്കുള്ളൂ. അപ്പം ഐ സ്ട്രോങ്ലി ബിലീവ് നമ്മൾ എവിടെ ജോലി ചെയ്താലും ഭാഷ പഠിക്കണം. അതൊരു ട്രിബ്യൂട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഞാൻ നന്നായിട്ട് മറാഠി വായിക്കാൻ പഠിച്ചു. ഹിന്ദി പോലെയാണ് ഏകദേശം സ്ക്രിപ്റ്റ്, ദേവനാഗരി സ്ക്രിപ്റ്റാണ്. പക്ഷെ അവർക്കും ഈ ഫെമിനിൻ, ഫീമെയിൽ, മെയിൽ ഫീമെയിൽ ജെൻഡർ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതെനിക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുണ്ടാക്കും. എന്നാലും ബിന്ദാസ് സംസാരിക്കുമായിരുന്നു. മറാഠി നന്നായി മനസ്സിലാവുമായിരുന്നു. അപ്പം മണ്ടത്തരം പറഞ്ഞാലും സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പം അക്ലുച്കർ സാറ് സ്ഥിരം ഇരുന്ന് ഹിന്ദുവിനെ പുകഴ്ത്തുമായിരുന്നു. അപ്പം ഹിന്ദു എനിക്കൊരു ഫെമിലിയർ പേപ്പറാണ്. പൂനെയിൽ ഹിന്ദു കിട്ടുന്നില്ലായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് എടുത്തുകൊണ്ടിരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് തൊട്ട് ഞാൻ ലാസ്റ്റ് ബോട്ടം ലൈൻ വരെ, ഞാൻ പ്രിന്റ് ലൈൻ വരെ ഞാൻ വായിക്കുമായിരുന്നു. അന്ന് ജോലിയുമില്ല, പക്ഷെ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വായിക്കാൻ. അതിനിടയ്ക്ക് ഞങ്ങൾ ചെന്ന ഉടനെ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഉപ്പില്ലായിരുന്നു. ഫസ്റ്റ് വീട് സെറ്റപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ പോയി ചെന്ന് അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചു ഉപ്പുണ്ടോ എന്ന്. അപ്പോൾ ഇവർക്ക് നമുക്കറിഞ്ഞൂടാ, അവർ ഉപ്പിന് പറയുന്നത് മീറ്റ് എന്നാണ്. നമ്മൾ മീറ്റ് എന്ന് പറയുമ്പോൾ മധുരം എന്നേ വിചാരിക്കുള്ളൂ. അപ്പം അതിനെപ്പറ്റി ഒരു ഫണ്ണി ആയിട്ട് എഴുതി ചുമ്മാ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തു. അത് പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പം എൻ്റെ ആദ്യത്തെ ബൈലൈൻ വന്നത് ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെ ഒരു പൂനെയിലെ ഒരു ചെറിയ പുൾ ഔട്ട് ഉണ്ടായിരുന്നു, അതിലാണ് വന്നത്. അത് കഴിഞ്ഞ് പക്ഷെ പിന്നെ അക്ലുച്കർ സാർ അപ്പം ഹിന്ദുവിനെ പറ്റി ഇങ്ങനെ മെനി ഇയേഴ്സ് ലേറ്റർ എപ്പോഴും പോലത്തെ തന്നെ എന്ത് ക്ലീൻ ലേ ഔട്ടാണ്, ഹൊറിസോണ്ടൽ ലേ ഔട്ട് കണ്ടോ, ഇങ്ങനെ പേപ്പർ പൊക്കി പിടിച്ച് വാഴ്ത്തുമായിരുന്നു. അതുപോലെ തന്നെയാണ് കേവൽ കുമാറും. അപ്പൊ അന്ന് ഹിന്ദു ഒന്നും പൂനെയിലില്ല, ഇതൊരു ഡിസ്റ്റന്റ് ഡ്രീമാണ്. ഞാൻ ഹിന്ദു ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബൈലൈൻ ഓർമ്മയുള്ള GK റെഡ്ഡിയുടെയാണ്. മിക്കവാറും ഫ്രണ്ട് പേജിലെ ടോപ്പ് ലീഡ് GK റെഡ്ഡി ആയിരിക്കും, പല സ്ഥലങ്ങളിൽ നിന്ന് എഴുതുന്നത്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ ഡൽഹി ട്രിപ്പ് കഴിഞ്ഞു. ഡൽഹി ട്രിപ്പ് വാസ് അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ്. നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യുന്നതും ഇപ്പോഴും എനിക്ക് പ്രഷ്യസ് ആണ് ആ ഫോട്ടോസൊക്കെ. ശേഷനെ മീറ്റ് ചെയ്തതും അടൽ, എല്ലാവരും ദേ വർ സോ ഗ്രേഷ്യസ് ടു ദിസ് യങ് ബഞ്ച്. പിന്നെ ഞങ്ങളെ ഇവിടെ പാർലമെന്റിൽ കൊണ്ടുപോയി ലോക്സഭ കാണിക്കാനായിട്ട്. അപ്പം നമ്മളെ ഫ്രിസ്ക് ചെയ്ത ആ ലോക്സഭയുടെ ആ ഗ്രാൻഡ്യൂർ നമ്മൾ എപ്പോഴാണ് കാണുന്നത്. എല്ലാവരും ഇങ്ങനെ ഇരിക്കണം സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പം അന്ന് എൻ്റെ മുമ്പിൽ വന്നൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള പേപ്പർ എടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ പേപ്പറോ പേനയോ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കൂല, ചെരുപ്പ് ഊരാൻ സമ്മതിക്കൂല, വാച്ച് ആൻഡ് വാർഡൻ ചെരുപ്പിടാൻ പറയും. പക്ഷെ ഞാനിപ്പം വന്ന് നമ്മുടെ MLA നമ്മെ തപ്പി കിടന്ന് നോക്കുമ്പോൾ അദ്ദേഹം നല്ല കംപ്ലീറ്റ്ലി ലോസ്റ്റ് അവിടെ. ഇതൊന്നും വെച്ചാൽ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അതും ഒരു വളരെ അൺഫർട്ടബിൾ എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ അന്ന് സമ്മതിക്കില്ല, പക്ഷെ ലോക്സഭയെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ജേർണലിസം ഹാസ് ടു ബി ടോട്ട് ദാറ്റ് വേ. നമ്മളിവിടെ പറയുന്ന ഈ തിയറിയും കാട്ടി കുറച്ചും കൂടെ പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക് ആയിട്ട് പഠിപ്പിക്കണം, എഴുതാൻ പഠിപ്പിക്കണം കുട്ടികളെ. വെറുതെ ചുമ്മാ ഫിലോസോഫിക്കലായിട്ട് മാത്രം പഠിപ്പിച്ചാൽ ശരിയാവില്ല. പലപ്പോഴും പല കോഴ്സുകളിലും പോകുമ്പോൾ ഒരുപാട് ഹിസ്റ്ററിയും അല്ലാത്ത ഈ ട്രാൻസ്ലേഷനും ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു. Nobody has a time to read all this. No one has a time to ഈ ചുമ്മാ ഈ ബാബ. പിന്നെ പരിമൾ ചൗധരി എന്നും പറയുമായിരുന്നു, ഓൾവേസ് കീപ് യുവർ റീഡർ ഇൻ യുവർ മൈൻഡ്. ഹൂ ഇസ് റീഡിങ് യുവർ ആർട്ടിക്കിൾ, ഹൂ ആർ യു റൈറ്റിംഗ് ഫോർ, ആൻഡ് ബ്രിങ് പീപ്പിൾ ഇൻ. അപ്പം അതൊക്കെ നല്ല അഡ്വൈസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഡിസംബറിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയി. അവിടുത്തെ അന്ന് അവിടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് വാസ് എ ലീഡിങ് പേപ്പർ പൂനെയിൽ. ഇപ്പം ഐ ഡോണ്ട് തിങ്ക് സോ.
പക്ഷെ അന്ന് പ്രകാശ് കർദലെ എന്ന് പറഞ്ഞ റെസിഡന്റ് എഡിറ്റർ ഭയങ്കര മുക്കിനറ്റത്ത് ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ അല്ലാണ്ട് ഇയാളെ വെരി നൈസായിട്ട് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ മാസ്റ്റർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പ്രകാശ് കർദലെ. അപ്പം ഫീച്ചേഴ്സ് എഡിറ്റർ വിനീത്. ഒരു കാര്യം പറയണം, ഞാനീ പോകുമ്പോൾ എനിക്ക് 2 പിള്ളേരുണ്ട്. ഞാനീ പഠിക്കാൻ പോകുമ്പോൾ പൂനെ ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ഒരു ദിവസം പോലും ഞാൻ അവരെ കാട്ടി പ്രായം കുറിച്ച് എൻ്റെ കൂടെ വേറെ 2 അമ്മമാരുണ്ട്. പൂനെയിൽ ഇത് സർവ്വസാധാരണമാണ്. പീപ്പിൾ ഗെറ്റ് മാരിഡ് വെരി ഏർലി, ദേ ഹാവ് ചിൽഡ്രൻ ആൻഡ് ദേ കം ബാക്ക് ടു സ്റ്റഡി. അപ്പോൾ ഒരു ദിവസം പോലും നമ്മളൊരു ഇവരുടെ ഗ്രൂപ്പ് അല്ല എന്ന് തോന്നിച്ചിട്ടില്ല നമുക്ക്. സോ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ശരിക്കും, ബിക്കോസ് യു ഡോണ്ട് ലൂസ് ഔട്ട് ഓൺ എനിത്തിങ്. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. എനിക്ക് ഒരു കുട്ടിയുടെ പേരുണ്ട് സ്മിത ജോഷി, ഞാന്, പിന്നെ ഒരു കുട്ടി ജ്യോതി. സ്മിതയ്ക്കും ജോഷിക്കും, സ്മിത എനിക്ക് ജ്യോതി എവിടുന്നോ സബർബ്സ് നിന്ന് വന്നാണ്, പൂനെ എന്നല്ല വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന്. അവർക്ക് സ്വന്തമായിട്ട് പേപ്പറൊക്കെ ഉള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അവർക്കും കുട്ടിയുണ്ട്. സ്മിതയ്ക്ക് 2 പിള്ളേരുണ്ട്, ഞാനുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ജേർണലിസം ഇവിടെ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ വിനീത ദേശ്മുഖ് എന്ന് പറഞ്ഞായിരുന്നു ഫീച്ചേഴ്സ് എഡിറ്റർ. പല സ്ത്രീകളും ദേ ഫൊർഗെറ്റ് ദാറ്റ് വി നീഡ് ഹെൽപ്പ്. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എഴുതാൻ, നമ്മൾ ജനിക്കുമ്പോഴേ എഴുതാൻ കഴിവുള്ളവർ കാണുമായിരിക്കും, പക്ഷെ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പൊ വിനീത ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ വിനീത ഞങ്ങൾക്കെല്ലാം ഇന്റേൺഷിപ്പിന് തന്നു, സ്ട്രേറ്റ് അവേ സ്റ്റോറീസ് തന്നു, ഞങ്ങൾ എഴുതി. അങ്ങനെ ഭയങ്കര പ്ലീസ്ഡ് ആയിരുന്നു. ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ജോലി ഓഫർ ചെയ്തു. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ അന്നത്തെ കറസ്പോണ്ടന്റ് ഉണ്ട്, വെരി സീനിയർ ഒരു ജേർണലിസ്റ്റ്, ഗൗരി കർവേ എന്ന് പറഞ്ഞ. ധാരാളം സ്ത്രീകളുള്ളൊരു സ്ഥലമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പൂനെയിലും. അപ്പം സ്ത്രീ പ്രസ്ഥാനത്തിന്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണല്ലോ പൂനെയൊക്കെ. ജ്യോതിബ ഫുലെ എല്ലാം അവിടെയാണ് ജനിച്ചതും വർക്ക് ചെയ്തതും ഒക്കെ. അപ്പം അതിൻ്റെ കാണാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വളരെ അവെയർ ആയിട്ടുള്ള വിമനാണ്. അപ്പം വെരി നൈസ് പ്ലേസ് ടു വർക്ക്. ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു അവിടെ ബ്യൂറോയിലും ഡെസ്കിലും ഒക്കെ. വീണ റാവു എന്ന് പറഞ്ഞ, വീണ ഇസ് ദ ഒൺലി എഡിറ്റർ ഇൻസിഡൻ്റ്ലി ഓഫ് എ പേപ്പർ ദാറ്റ് ഇസ് ബേസ്ഡ് ഇൻ ദ US. NRI പൾസ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ എഡിറ്ററാണ് വീണ റാവു. വീണ റാവു വാസ് ഓൺ ദ ഡെസ്ക്. അങ്ങനെ ധാരാളം മലയാളികളുണ്ടായിരുന്നു പിന്നെ ഡെസ്കിൽ എൻ്റെ കൂടെ. അപ്പം അതൊരു വലിയ സന്തോഷമാണ് നമുക്ക്. ഞങ്ങളുടെ അന്നത്തെ ചീഫ് സബ് എന്ന് പറഞ്ഞാൽ ശരത് പിള്ളை. ശരത് ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല, പക്ഷെ ശരത് ഉണ്ടായിരുന്നു. പിന്നൊരു പോൾ ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ നായർ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മലയാളികളും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ജോലി കഴിഞ്ഞപ്പോൾ ജോലി ഓഫർ ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര ടെംപ്ടേഷനാണ്. നമ്മൾ ഒരു കയ്യിൽ വലിയൊരു തുകയാണ്, നമുക്ക് കോൺട്രാക്ട് എംപ്ലോയീസ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു കോഴ്സ് കളഞ്ഞിട്ട് ജോലിക്ക് പോയാലോ എന്ന്. അപ്പം ഗൗരി കർവേ ഉണ്ടായിരുന്നു. ഗൗരി പറഞ്ഞു, സരസ്വതി നെവർ ഡ്രോപ്പ് ഔട്ട്. ബിക്കോസ് ചിലപ്പോൾ ഒരു ക്രക്സ് വരുമ്പം, ഡു യു ഹാവ് എ ജേർണലിസം ഡിഗ്രി? നോ, സമൺ എൽസ് മൈറ്റ് ഹാവ് ഇറ്റ്. അപ്പം ദാറ്റ് മൈറ്റ് ടിപ്പ് ദ സ്കെയിൽ ഇൻ ദാറ്റ് പേഴ്സൺസ് ഫേവർ. ഇന്നും ആയില്ലേ, 3 മാസം കൂടെ കഴിഞ്ഞ്, ഇഫ് യു ആർ ഗുഡ് യു വിൽ ഗെറ്റ് എ ജോബ്. ദാറ്റ് ഈസ് ഗുഡ് അഡ്വൈസ്. ഞാൻ തിരിച്ചു പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. വന്നത് എനിക്ക് സമയം പോലും കിട്ടിയില്ല. വിത്തിൻ 2 വീക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എക്സ്പ്രസ്സിൽ. അപ്പം അന്ന് എക്സ്പ്രസ്സിൽ ഒരു ഫീച്ചേഴ്സ് മാഗസിൻ ഉണ്ടായിരുന്നു, സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട്, മെയിൻ പേപ്പറിൻ്റെ കൂടെ ഫോർട്ട് നൈറ്റ് 2 ആഴ്ച കൂടുമ്പോൾ. സിറ്റിയാണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് പൂനെ സിറ്റി ആൻഡ് പൂനെക്കേഴ്സ്. അപ്പം അത് ട്രിവാൻഡ്രത്തിനെങ്കാട്ടി ശരിക്കും പറഞ്ഞാൽ പൂനെ പഠിച്ചു. എന്നുവെച്ചാൽ കൊച്ചു നൂക്കൻ കോർണർ ഞങ്ങൾ കവർ ചെയ്യായിരുന്നു പൂനെയുടെ. ഫുഡായാലും ലൈഫ് സ്റ്റൈൽ ആയാലും ഹിസ്റ്ററി, ലാൻഡ്സ്കേപ്പ്, അത് ഇത് എല്ലാം വിനീത ഭയങ്കരമായിട്ട് കാണിച്ചു തന്നു. ബട്ട് വൈ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് പീപ്പിൾ ഇൻ ദ മിഡിൽ ഓഫ് യുവർ സ്റ്റോറി, ബിക്കോസ് വി ലൈക്ക് റീഡിങ് അബൌട്ട് പീപ്പിൾ. അപ്പോൾ അതിനകത്ത് ആൾക്കാരില്ലെങ്കിൽ ഒരു സ്റ്റോറീസ് മൈറ്റ് വിൽ ബി ഡെഡ്. അപ്പോൾ അതുകൊണ്ട് വൈ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു വീവ് ഇൻ ദ സ്റ്റോറീസ് ഓഫ് പീപ്പിൾ വെൻ യു റൈറ്റ് എ സ്റ്റോറി, ആൻഡ് ദാറ്റ് റിയലി വർക്ക്ഡ്. ആ സമയത്ത് ശേഖർ ഗുപ്ത ആയിരുന്നു റെസിഡന്റ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ഇൻ ചീഫ്. ആൻഡ് ഇപ്പോഴത്തെ പ്രകാശ് ഝാ അല്ല, രാജ് കമൽ ഝാ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി. അപ്പം അവർ വന്നു, അവർ ഭയങ്കര പെപ്ടോക്കാണ്, യു മസ്റ്റ് റൈറ്റ് ഫോർ എവറിത്തിങ്, എല്ലാത്തിലും എഴുതണം. ദേ വർ വെരി ഹാപ്പി. അപ്പം വിനീത നന്നായി ട്രെയിൻ ചെയ്യും. ദേഷ്യം വന്ന് നല്ല ചീത്ത തരുമായിരുന്നു. ഒരറ്റം നമ്മൾ ചീത്ത വിളിക്കും അവിടെ ഇരുന്ന്, പക്ഷെ പിന്നെ വന്ന് ഫുൾ റീറൈറ്റ് ചെയ്ത് കാണിച്ചു തരും ഹൗ ഇറ്റ് ഷുഡ് ബി റിട്ടൺ എന്ന്. അപ്പം ന്യൂസ് ലൈൻ വാസ് ലോഞ്ച്ഡ്. ന്യൂസ് ലൈൻ അഗെയിൻ ഒരു ഇപ്പോഴത്തെ നമ്മുടെ നഗരം എന്നൊക്കെ പറയുന്ന പോലെ സിറ്റി ബേസ്ഡ് സപ്ലിമെന്റ് ആയിരുന്നു, പക്ഷെ പേപ്പർ ബ്രോഡ് ഷീറ്റിൽ, മറ്റേ സിറ്റിസൺ ടാബ്ലോയിഡ് ആയിരുന്നു. അപ്പം ന്യൂസ് ലൈനിലൊക്കെ നമ്മൾ ലീഡ് സ്റ്റോറീസ് കൊടുക്കുന്ന ഞങ്ങളാണ് ഫീച്ചർ റൈറ്റേഴ്സ്. അവിടെ പൂനെ ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അണിയൻ ഉള്ളിയുടെ മാർക്കറ്റ്. അപ്പോൾ ഒരിക്കൽ ഉള്ളി വന്ന ഭയങ്കരമായിട്ട് ഗുൽത്തേക്കടി മാർക്കറ്റ്, അവിടുത്തെ ഹോൾസെയിൽ. അപ്പം
ഇന്ന സ്റ്റോറി എന്നില്ല, എന്ത് കിട്ടിയാലും നമ്മൾ പോവുക, കവർ ചെയ്യുക, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇന്നത് ചെയ്തുകൂടാ ഒന്നുമില്ല. സോ വി വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് ദ റിപ്പോർട്ടേഴ്സ്. അതിലൊരു ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുച്ഛമോ ഒരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡോ ഒന്നുമില്ല. ബിക്കോസ് കർദലെ വാസ് വെരി പെർട്ടിക്കുലർ. വി ആർ വൺ ടീം. അപ്പൊ അത് അങ്ങനെ കോർഡിനേഷൻ തന്നെ വർക്ക് ചെയ്യണം എന്ന്. ഒരു നല്ല എഡിറ്റർ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു, ഒരു പേപ്പറിനെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന്. വിനീത പിന്നീട് റെസിഡന്റ് എഡിറ്ററായി അവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ, ഞാൻ വിട്ട ശേഷം. അങ്ങനെ ഞാൻ അവിടെ 2 വർഷം ജോലി ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വലിയ ആഗ്രഹമായിരുന്നു വരണം എന്ന്. അപ്പം അങ്ങനെ ഞാനിവിടെ വന്ന് അപ്ലൈ ചെയ്തു. എനിക്ക് തീരെ മനസ്സോടെ 1907 നമ്മുടെ സെക്കൻഡ് ഇൻഡോ പാക് വാർ, വെൻ ബാംഗ്ലാദേശ് വാസ് ബോൺ, ഞങ്ങളൊരു സ്റ്റോറി ചെയ്തിരുന്നു. പൂനെ ഒരു വലിയ മിലിറ്ററി കന്റോൺമെന്റ് ഉണ്ട്, ഒരുപാട് ഡിഫൻസ് പേഴ്സണൽ സെറ്റിൽ ചെയ്യുന്നൊരു സ്ഥലമാണ് പൂനെ. NDA പൂനെയിലാണ്. അപ്പം വളരെ സ്ട്രോങ് മിലിറ്ററി റൂട്ട്സ് ഉണ്ട്. അപ്പോൾ 25th ആനിവേഴ്സറി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഒരു സപ്ലിമെന്റ് ഞങ്ങൾ ഇറക്കി. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഈ പഴയ സോൾജേഴ്സിനെ പോയി ശരിക്കും ആക്ഷൻ കണ്ടവരെ, പരംവീർ ചക്ര വാങ്ങിച്ച 2 പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അന്ന് അവർ മരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ 2 എയർഫോഴ്സ് പൈലറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ കുടുംബം, അമ്മയും എല്ലാം കണ്ടു. വല്ലാത്ത, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞ് പിന്നൊരു സിനിമ ഉണ്ടാക്കി, അതിൻ്റെ പേര് ഞാൻ മറന്നു. ഹി വാസ് ദ ഓൺലി പേഴ്സൺ ഹു ഓൾമോസ്റ്റ് എസ്കേപ്പ് ഫ്രം എ പ്രിസണർ ഓഫ് ക്യാമ്പ് ഫ്രം പാകിസ്ഥാൻ. ഏകദേശം ബോർഡർ വരെ എത്തി. അപ്പം അത് അവർ അങ്ങനെ പോയി കണ്ടു. അങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു സ്റ്റംബിൾഡ് അപ്പോൺ സംതിങ് ഇൻട്രസ്റ്റിംഗ്. ആദ്യത്തെ പ്രൊവക്കേഷൻ ഫോർ വാർ വാസ് പാകിസ്ഥാനിൽ നിന്ന് 3 എയർക്രാഫ്റ്റ് ഫൈറ്റർ പൈലറ്റ്സ് നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്തു, കാൽക്കട്ടയിലോട്ട് വന്നു. ഇമ്മീഡിയറ്റ്ലി ഇവിടുന്ന് സ്ക്രാമ്പിൾ ചെയ്തു. കാൽക്കട്ടയിൽ നിന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇവര്, നമ്മുടെ നാറ്റാണ്, കുഞ്ഞ് എയറോപ്ലെയിൻ ആയിരുന്നു, ഇവർ ഷൂട്ട് ഡൗൺ ചെയ്തു. അത് ഷൂട്ട് ഡൗൺ ചെയ്ത് അങ്ങനെയായിരുന്നു അത് പിന്നെ ലെറ്റ് ടു ദ ഡിക്ലറേഷൻ ഓഫ് വാർ. അതിലൊരാൾ പൂനെ എന്നുള്ള ഒരാളായിരുന്നു, ഡൊണാൾഡ് ലാസറസ് എന്ന് പറഞ്ഞ. അപ്പം ഞാൻ ഡൊണാൾഡ് ലാസറസിന്റെ ഡയറക്ടറിൽ നിന്ന് കണ്ടുപിടിച്ച് ഡൊണാൾഡ് ലാസറസിനെ വിളിച്ചു. എൻ്റെ ഫാമിലിയെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം ഊട്ടിയിലെ ഇപ്പം പള്ളിയിൽ അച്ഛനാണ്, ചാപ്ലിനാണ്, യു ക്യാൻ സ്പീക്ക് ടു ഹിം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് ഫോണിലൂടെയാണ് സ്റ്റോറി ചെയ്തത്. അപ്പം അത് നാഷണലായിട്ട് പോയി, ആങ്കർ പീസായിട്ട്. അപ്പം ഇവിടുന്ന് ജോൺ മേരി ആയിരുന്നു അന്ന് ചീഫ് റിപ്പോർട്ടർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. ജോൺ എനിക്കൊരു കത്ത് എഴുതി, ഇറ്റ് വാസ് എ വെരി ഗുഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ജോൺ മേരി കണ്ടപ്പോൾ എനിക്ക് സംശയം, ആണാണോ പെണ്ണാണോ എന്താണെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട്. എന്തായാലും ഇവിടെ അപ്പം ഞങ്ങൾക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പോയി എക്സ്പ്രസ്സിൽ ചുമ്മാ പോയി ജോൺ മേരി, പുരുഷൻ തന്നെയാണ്, ജോണിനെ കണ്ടു. അപ്പം ഞാൻ ജോൺ ഇങ്ങനെ ഐ എം ഇൻട്രസ്റ്റഡ്, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്, അപ്പം യു ലീവ് യുവർ ആപ്ലിക്കേഷൻ. അപ്പം ഞാൻ മാധവൻകുട്ടി സാറിനെ കണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പോയി. പക്ഷെ ബെഗേഴ്സ് കാൺ ബി ചൂസേഴ്സ് എന്ന് പറഞ്ഞ പോലെ അന്ന് ഞാൻ സീനിയർ സബ്ബാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. ഞാൻ ജോലി ചെയ്ത് 2 വർഷം എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ സീനിയർ സബ്ബായിരുന്നു. ഇവിടെ വന്നു, കുട്ടികളെയൊക്കെ TC ഒക്കെ വാങ്ങിച്ച് ഇവിടെ വന്ന് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഐ വാസ് പുട്ട് ഓൺ പ്രൊബേഷൻ. എനിക്ക് ഭയങ്കര അൺഹാപ്പി ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാനും വയ്യ, തിരിച്ച് പോകാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടെ ട്രിവാൻഡ്രത്ത് സ്ത്രീകളെ ഇല്ലാത്തൊരു ഓഫീസായിരുന്നു. എന്ന് വെച്ചാൽ ബ്യൂറോയിലോ എഡിറ്റിങ്ങിലോ ഡെസ്കിലോ. അപ്പം പറഞ്ഞു അത് കുട്ടികളുടെ സപ്ലിമെന്റ് ചെയ്യണം എന്ന്. എനിക്ക് പിന്നെ ഐ സോ ഇറ്റ് ആസ് എ ചലഞ്ച്. എനിക്ക് സങ്കടമാണ് വന്നത്. ഞാൻ ചെയ്യുന്ന ജോലിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ ഇവിടുത്തെ പിന്നെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. വളരെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ ആരും മിസോജനിസ്റ്റിക് ആയിരുന്നില്ല. പക്ഷെ സീനിയേഴ്സ് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവരോടൊപ്പം ജോലി ചെയ്യാനായിട്ട്. വലിയ സങ്കടമാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ 97 ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടെ ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്തു, പ്രൊബേഷനിൽ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എറിഞ്ഞിട്ട് പോകാനാണ് തോന്നിയത്. എനിക്ക് ഐ ന്യൂ ഐ ഗെറ്റ് മൈ ജോബ് ബാക്ക്. പക്ഷെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. യു കനോട്ട് ഡു സച്ച് തിങ്സ്. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് വൈബ്സ് എന്ന് പറഞ്ഞൊരു സ്കൂൾ സപ്ലിമെന്റ് ആയിരുന്നു. ഒറ്റ ഗുണം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ട്രാവൽ ചെയ്യാൻ പറ്റും. എനിക്ക് സ്കൂൾസിൽ പോകണ്ടേ. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോകുന്നത്, ഇത്ര ക്ലോസ് ക്വാർട്ടേഴ്സിൽ പോയി എക്സ്പ്ലോർ ചെയ്യുന്നത്. അതെനിക്കിഷ്ടമായിരുന്നു. കോട്ടയത്ത് പല സ്കൂൾസിൽ പോയി എന്നിട്ട് 2 ഫെസ്റ്റിവൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് കമ്മിങ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. 2 ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് എൻ്റെ കൂടെ ഭയങ്കര ഹിറ്റായിരുന്നു. ചോയ്സിൽ വെച്ചാണ് സെക്കൻഡ് വൺ. ആദ്യത്തെ സെൻറ് തോമസ് സ്കൂൾസ് ആയിട്ടായിരുന്നു. വലിയ ഹിറ്റായിരുന്നു. എല്ലാം കഴിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവർക്കും പ്രൊമോഷൻ, എനിക്ക് മാത്രമില്ല. അപ്പോഴേ വെച്ച് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന്. ഐ വാസ് റിയലി ആംഗ്രി. അത് കഴിഞ്ഞിട്ട് അപ്പം ദാസ് സാറ് ഭയങ്കര ഫെയർ ആയിരുന്നു. MK ദാസ് സാറായിരുന്നു റെസിഡന്റ് എഡിറ്റർ. സാറ് പറഞ്ഞു, സരസ്വതി ഹസ് വർക്ക് സോ ഹാർഡ്, ലെറ്റ് us give her a ഫ്രീ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ജങ്കറ്റിന് വിട്ടു.
സിംഗപ്പൂരിൽ ഒരു ക്രൂസിന് തിരിച്ചു വന്ന് എഴുതണം എന്ന്. അപ്പം ഇവിടുത്തെ എഡിറ്ററിന് ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും ഞാൻ പോയി എഴുതി. ഒന്നും എഴുതാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ വേറെ ഞങ്ങൾക്കൊന്നും എഴുതാൻ അറിഞ്ഞൂടാ. ഇങ്ങനെ ഈ വളരെ ബോറിംഗ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ എഴുതാവുള്ളൂ. ഏറ്റവും ഒരു സെൻറ്റൻസ് തുടങ്ങി ഒരു 10-20 ലൈൻ കഴിഞ്ഞാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വെട്ടി മുറിച്ച് തന്നെ തുണ്ടാക്കിയേനെ. പക്ഷെ ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. ആ സമയത്താണ് ഇവിടെ ഹിന്ദുവിൻ്റെ നാരായൺ സാറ് വിട്ടു എക്സ്പ്രസ്. നാരായൺ സാറ് കോഴിക്കോട് ന്യൂസ് എഡിറ്റർ ആയിരുന്നു, ഇൻചാർജ് ആയിരുന്നു പ്രാക്ടിക്കൽ. അന്ന് ഒരു നല്ലൊരു മെൻറ്ററും ലീഡറും ഒക്കെ ആയിരുന്നു കോഴിക്കോട്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. സാറിൻ്റെ പെരുമാറ്റം, ഇത് എ ഗുഡ് ഹ്യൂമൻ ബീങ്. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സരസ്വതി താല്പര്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ മടുത്ത് നിൽക്കുകയായിരുന്നു. ഞാനപ്പോൾ ന്യൂസ് ഡെസ്കിലോട്ട് വന്നു. ന്യൂസ് ഡെസ്കിലും ഇത് തന്നെയാണ് പരിപാടി. എൻ്റെ അടുത്ത് പറഞ്ഞു പേജ് 2 ചെയ്യാൻ. അതെന്താണ്, വെതറും ടെലിവിഷനും റേഡിയോ പ്രോഗ്രാംസ് ഇടാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതാണ് സ്ത്രീകൾക്ക് മാറ്റി വെച്ചിരുന്ന ജോലി. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കാലത്ത് വന്ന് ഒരു 4 മണിക്ക് വന്ന് ഞാൻ ഈ ജോലി മുഴുവൻ തീർക്കും. വലിയ ജോലിയൊന്നുമില്ല, ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് പോലെ ഇങ്ങനെ ഇടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് അന്നത്തെ ന്യൂസ് റീഡർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ജോലി തീർത്തല്ലോ, ഞാൻ 8 മണിക്ക് 9 മണിക്ക് പോയി എന്നിരിക്കും. വൺസ് ഐ ഫിനിഷ് മൈ ജോബ് ഐ വിൽ ഗോ ഹോം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പതുക്കെ റിലക്റ്റൻ്റ്ലി എന്നെ ജോലി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്നെ സബ് ചെയ്യാൻ 2-3 തരുന്നു. അപ്പം ഞാൻ ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് ഹിന്ദുന്ന് ഓഫർ വന്നത്. അപ്പം നാരായൺ സാറ് പറഞ്ഞു, സരസ്വതി ഇവിടെ ഹിന്ദുവിൽ ഒരു കാര്യം ചെയ്യണം, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ തന്നാൽ മതി. ഇവിടെ ഭയങ്കര ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ്, നോട്ട് ലൈക്ക് എക്സ്പ്രസ്. ഞങ്ങളൊക്കെ ഒരു ബ്രദർഹുഡാണ്, സഫറിങ് അണ്ടർ 1 പേഴ്സൺ. അപ്പം ഞങ്ങൾ എല്ലാവരും വലിയ കമ്പനിയാണ്. അവിടുത്തെ ഡെസ്കും റിപ്പോർട്ടേഴ്സും എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ദ ജൂനിയേഴ്സ്, ദാറ്റ് ഇസ് നോട്ട് ദ സീനിയേഴ്സ്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കൊച്ചിയിൽ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ദാസർ വാസ് എ വണ്ടർഫുൾ പേഴ്സൺ. അപ്പം ഇവിടെ ഞാൻ കൊടുത്തു സാറിന്. അപ്പം ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് അവിടെ മെഡ്രാസിൽ വെച്ചായിരുന്നു ടെസ്റ്റ്. ഞങ്ങൾ 5 പേരാണ് എഴുതിയത് ടെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ 2 പേരെ എടുത്തു. അതിൽ 2 പേരെ എടുത്തത് ഞാനും പത്മകുമാറും. അപ്പം എന്നിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഡിസംബറിൽ തന്നെ, ഡിസംബർ 5-ാം തീയതി എങ്ങാണ്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പം ഇവിടെ മാധവൻകുട്ടി സാറായിരുന്നു അന്ന് എഡിറ്റർ. സാറ് പറഞ്ഞു നിങ്ങൾ തരൂല, നോ ഒബ്ജെക്ഷൻ, എന്നെ തരൂല, എന്നാലേ നമുക്ക് വിടുകയുള്ളൂ, ഇവിടെ നമുക്ക് ലെറ്റർ വേണമല്ലോ. ഹി സെഡ് 3 months നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് അത്യാവശ്യമാണ്, ഇപ്പം ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനും പപ്പനും പോയി, പപ്പൻ എന്നാണ് ഞങ്ങൾ പത്മകുമാറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പപ്പനും പോയി പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഒരുപാട് ലീവ് ഉണ്ട്, വൈ ഡോണ്ട് വി ഡു ദാറ്റ്? നോ 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 നോ, യു ഹാവ് ടു സെർവ് യുവർ 3 months. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി 1 month. ഞങ്ങൾ ഹിന്ദുവിന് ലെറ്റർ കൊടുത്തു, ഞങ്ങൾ Jan 5th ജോയിൻ ചെയ്തോട്ടെ, സമ്മതിച്ചു. എന്നിട്ട് 2 മാസത്തെ ശമ്പളം ഞങ്ങളുടെ നിന്ന് പിടിച്ചു. ദാറ്റ് വാസ് എ ഹ്യൂജ് എമൗണ്ട് ദെൻ. എന്നിട്ട് ഞങ്ങൾ എന്നാലും സാരയില്ല എന്ന് പറഞ്ഞാൽ Jan 5th 2000 ഹിന്ദുവിൽ ജോയിൻ ചെയ്തു. അപ്പം അവിടെ ഹിന്ദുവിൽ വാസ് എ വെരി വെരി കൺസർവേറ്റീവ് ഓഫീസ് ട്രിവാൻഡ്രത്ത്. മെഡ്രാസിൽ അങ്ങനെ ആയിരുന്നില്ല. മെഡ്രാസിൽ അപ്പം അവിടെ പോയി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരെ എടുത്തു കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ചെയ്തത് മാലിനി പാർത്ഥസാരഥിയാണ്, GD എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ ജേർണലിസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് മാലിനി. അപ്പം ഞാൻ നാരായൺ സാറ് പറഞ്ഞത് മെട്രോ പ്ലസ് എന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു 1999. മെട്രോ പ്ലസ് ചെയ്യണം എന്നാണ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫീച്ചേഴ്സ് ജോലി ചെയ്യാനായിട്ട്. അപ്പം മാലിനി പറഞ്ഞു വൈ ഡോണ്ട് യു ജോയിൻ ദ ന്യൂസ് ഡെസ്ക് എന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു വലിയ ത്രില്ലാണ്. ഞങ്ങൾക്കാർക്കും പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒറ്റ മനുഷ്യർ പെണ്ണുങ്ങളെ നൈറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, നോട്ട് ഈവൻ വീണ. എന്നിട്ട് പറഞ്ഞു യു മസ്റ്റ് ഡു നൈറ്റ്സ്. ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ്, ഞാനൊരു ചലഞ്ചായിട്ടാണ് അത് കണ്ടത്. ചെയ്യാമെന്ന് പറഞ്ഞു. യു വിൽ ബി ഡ്രോപ്ഡ് ഹോം ബട്ട് യു വിൽ ഹാവ് ടു ഡു നൈറ്റ്. ഞാൻ പറഞ്ഞു അതെ. അങ്ങനെ ഞാൻ മാത്രമാണ് ആദ്യത്തെ സ്ത്രീ ഇവിടെ ഡെസ്കിൽ ജോയിൻ ചെയ്യുന്നത് 2000. മായ നേരത്തെ ഉണ്ടായിരുന്നു റിപ്പോർട്ടിങ്ങിൽ, മായ റിപ്പോർട്ടറായിട്ടും ഞാനിവിടെ ഡെസ്കിൽ. അപ്പം ഇവിടെ ജോയിൻ ചെയ്തു. നാരായൺ സാർ ന്യൂസ് എഡിറ്റർ ഉണ്ട്. അപ്പം നാരായൺ സാർ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ, വേറെ ആരെയും അറിഞ്ഞൂടാ ഹിന്ദുവിൽ. അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ടെലിവിഷനിൽ ധാരാളം വർക്ക് ചെയ്തിരുന്നു ആ സമയം കൊണ്ട്. കൈരളിയിൽ ബെറ്റി ബേബിയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബെറ്റിയും ആയിട്ട് ബെറ്റി ഒരുപാട് പറഞ്ഞു തരും നമുക്ക്, എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ എങ്ങനെ ചോദിച്ചാൽ വിൽ ബി ഫ്രണ്ട്ലി. അപ്പം ഇറ്റ് വാസ് എ വണ്ടർഫുൾ, അഗെയിൻ ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ബെറ്റിയുടെ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഷീ സ്പോയിൽ ചെയ്യും, ബിക്കോസ് വേറെ ആരും കൂടെ ജോലി ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ബെറ്റിയിലൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നവരെ പറയും, എടോ താൻ നേരെ ഇരിക്കൂ, ഇങ്ങനെ ഇരിക്കരുത്, താൻ കൂനി ഇരിക്കുകയാണ്, താൻ നേരെ ഇരിക്കൂ, താൻ ഇങ്ങോട്ട് തിരിയൂ, അങ്ങോട്ട് തിരിയൂ. ബെറ്റിയാണ് ആദ്യത്തെ വിളിച്ചതും. എനിക്ക് ബെറ്റിയെ കൊണ്ട് ഒരിക്കലും ഷീ പ്ലേഡ് സച്ച് എ ബിഗ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ മൈ കരിയർ. ഞാൻ ഹിന്ദു ജോയിൻ ചെയ്ത ഉടനെ, അതോ ഹിന്ദു ജോയിൻ ചെയ്ത ഉടനെ ബെറ്റി വിളിച്ചിട്ട് പറഞ്ഞു, എടോ താൻ വന്ന് എക്സ്പ്രസ്സിൽ തന്നെയായിരുന്നു,
താൻ ഷബനാസ്മി ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പം ഷബനാസ്മി എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹീറോയിൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ബെറ്റി റിയലി താൻ പാടോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഷബനാസ്മി ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് അവരെ ഹീറോയിൻ വർഷിപ്പായിരുന്നു കൂടുതലും, പക്ഷെ ഷീ വാസ് വെരി ഹാപ്പി വിത്ത് ദ ഇൻ്റർവ്യൂ, ഷബനാസ്മി. അപ്പം ഞാൻ എത്രയോ വർഷം എൻ്റെ മനസ്സിൽ കരുതി കൂട്ടിയ ക്വസ്റ്റ്യൻസാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ വേറെ ഉണ്ണി ആറെന്ന ഏഷ്യാനെറ്റിൽ ജോലി, ഉണ്ണി 2-3 ഇൻ്റർവ്യൂസിന് വിളിച്ചു. ഉണ്ണി ഈസ് ഓൾസോ ഡിലൈറ്റ്ഫുൾ പേഴ്സൺ ടു വർക്ക് വിത്ത്. ഇവരൊക്കെ ഒരുപാട് നമുക്ക് പറഞ്ഞു തരും. അപ്പം അത് കഴിഞ്ഞിട്ട് മാധവൻകുട്ടി സാർ ഞാൻ എൻകറേജ് ചെയ്ത ഏഷ്യാനെറ്റിൽ ഞാൻ ഒരു 2-3 പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിട്ടുണ്ട്. അന്ന് കോളേജസ് ബേസ്ഡ് ചെയ്ത ഒരു പ്രോഗ്രാം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം, ബിക്കോസ് എനിക്ക് അതുപോലെ ഇപ്പോൾ ബെറ്റി പറയും താൻ എന്താണോ ഇത്ര സീരിയസ്, താൻ ചിരിച്ച് നിൽക്കണം, താൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ബെറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമെല്ലാം കഴിഞ്ഞിട്ടാണ് അന്ന് പിന്നെ വേറൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. ഹിന്ദുവിൽ ജസ്റ്റ് വരുന്നവരെ ഒരു സ്ത്രീകളുടെ ഡിസ്കഷൻ, ഐ ഫർഗെറ്റ് വാട്ട് ഇറ്റ് വാസ്, അത് ചെയ്തുകൊണ്ടിരുന്നു. അത് ആങ്കർ ചെയ്തിരുന്നത് ആശാ ജോസഫ് ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നല്ല എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞാണ് ഹിന്ദുവിൽ വന്നത്. അപ്പോൾ ഹിന്ദുവിൽ വന്ന ശേഷം വലിയ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് നമ്മളോട് ആരും സംസാരിക്കുക പോലും നേരെ ഇല്ല. ടൈം പെട്ടെന്ന് എക്സ്പ്രസ് 24 hours ഞങ്ങളെല്ലാം വാചകടിക്കും, ഞങ്ങൾ ഒരുമിച്ചാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര സ്റ്റിഫ് ആൻഡ് ഫോർമൽ ആയിരുന്നു എല്ലാവരും. ആരും സംസാരിക്കില്ല, ആരും മിണ്ടില്ല. അപ്പൊ പേജ് ചെയ്യുന്നത് വ്യത്യാസം. എക്സ്പ്രസ്സിൽ ഞങ്ങൾ തന്നെത്താനാണ് പേജ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡമ്മിയിൽ പേജ് ഷീറ്റ് വിരിച്ച് മുഴുവൻ വരച്ചു കൊടുത്ത് അകത്ത് പേജിനേഷനിൽ പോയി നമ്മൾ നോക്കി നിന്ന് പറയും ഇങ്ങനെ ഇടൂ, 2 കോളം 3 കോളം, എന്നിട്ട് അവർ ചെയ്യും. വെരി സ്റ്റിഫ് ആൻഡ് ഫോർമൽ ഓഫീസ്. ആൻഡ് ട്രിവാൻഡ്രം ബ്രാഞ്ച് ആ സമയത്ത് എനിക്ക് ഭയങ്കര മിസോജനിസ്റ്റിക് ആയിട്ട് തോന്നുമായിരുന്നു. നമ്മളെ ഉൾപ്പെടുത്തില്ല, നമ്മളോട് സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത ഓഫീസായിരുന്നു. പക്ഷെ ഹിന്ദുവിൽ ജോലി കിട്ടിയെന്നുള്ള സന്തോഷം പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. ഒരു വലിയ ഡ്രീം കം ട്രൂ ആയിരുന്നു ഹിന്ദുവിൽ ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ആൻഡ് ദ മാനേജ്മെന്റ് വാസ് വെരി 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 ഗുഡ്. അപ്പം ഞങ്ങൾക്ക് അറിയില്ല മാനേജ്മെന്റ്, ആക്ച്വലി നമുക്കൊന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഇതാണ് അവസ്ഥ എന്ന്. പക്ഷെ അന്ന് വലിയ മെഡ്രാസ് ഭയങ്കര ദൂരമായിട്ടൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നുമില്ല ആരുമായിട്ട്. എഡിറ്റർ എന്ന് പറഞ്ഞ എൻ രവിയാണ്. അപ്പം നമുക്കൊരു ആണ് ഇവരെയൊക്കെ. ആരോട് പറയണം ഇത് ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടാണ്, കമ്മ്യൂണിക്കേഷനൊക്കെ കുറവാണ്. പിന്നെ ധാരാളം കഥകളോ ഇവര് ഇവിടെ വന്നത് റെക്കമെൻഡേഷൻ വഴി. ഞാൻ ടെസ്റ്റ് എഴുതി 5 പേര് എഴുതി, ഞങ്ങൾ 2 പേരെ എടുത്തുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് എല്ലാവരും മറക്കും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര നമ്മളെ ആകെ ഡിപ്രസ്ഡ് ആക്കുന്നതായിരുന്നു. പക്ഷെ ഇനി ഞാൻ വിചാരിച്ചു ഇവർക്ക് ഞാൻ റിസൈൻ ചെയ്ത് പോകണം എന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ ഞാൻ എന്തായാലും റിസൈൻ ചെയ്യൂല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നു. അപ്പൊ ഇങ്ങനെ കഥകൾ സാധാരണ, എന്നിട്ട് നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പം ശരിക്കും നമ്മളെ പോവണ്ടെന്നുള്ള രീതിയിൽ ഉപദ്രവിക്കും. നാരായൺ സാറിന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ ഡിസ്കഷന് പോയാൽ പറയും നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഹിന്ദുവിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഹാരസ്മെന്റ് അറ്റ് എ ഡിഫറെന്റ് പ്ലേസ്. പിന്നെ അന്ന് ഭാഗ്യത്തിന് ഏഷ്യാനെറ്റിൽ ഞാൻ റെക്കോർഡിംഗ് എടുത്ത് നാരായൺ സാറിന് കൊടുത്തു. പല വിധത്തിൽ നമ്മളെ മാനസികമായി ഒരുപാട് തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പലരും ഹിന്ദു ഓഫീസിൽ, ട്രിവാൻഡ്രത്ത് നിന്ന്, നോട്ട് ദ മെഡ്രാസ് ഓഫീസ്. അങ്ങനെ ഇരിക്കവെയാണ് അങ്ങനെ 4 വർഷം പോയി. പ്രൊമോഷനൊന്നുമില്ല, സബ് എഡിറ്ററായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോഴാണ് അവിടെ ഒരുപാട് ചേഞ്ചസ് വന്നു. റാം വന്നു എഡിറ്ററായിട്ട്. ഹിന്ദുവിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ അനിത മൂസത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഹിന്ദുവിൽ ഡെസ്കിൽ ജോയിൻ ചെയ്തു. അനിത വന്നതൊരു വലിയ സ്ട്രെങ്ത് ആയിരുന്നു. വെച്ചാൽ ഞങ്ങൾ 2 സ്ത്രീകളായിരുന്നു. അനിതയെടുത്ത് പിന്നെ അനിത കുറച്ചും കൂടെ ഡൽഹിയിലൊക്കെ ജോലി ചെയ്തതാണ്. അനിത കുറെ കൂടെ ബോൾഡായിരുന്നു. അപ്പം ഞങ്ങളോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ടെറസിൽ പോയി നിന്ന് എല്ലാവരും സംസാരിക്കും, പുരുഷന്മാരെ സ്മോക്ക് ചെയ്ത് അവരും പാചകം അടിക്കും, ഞങ്ങൾക്ക് കോപ്പി 4 മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയാലും ഒരു 6 മണിയായിട്ട് കോപ്പീസ് വരുള്ളൂ. അപ്പം നിങ്ങൾ ഇവിടെ ചെന്ന് ടെറസിൽ പോയി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണു, നിങ്ങളിങ്ങനെ ടെറസിൽ പോയി വാചടിച്ചുകൊണ്ട് നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പം അനിത പറഞ്ഞു അതെന്ത് പരിപാടി, ആണുങ്ങൾ പോയി അവിടെ നിൽക്കുന്നല്ലോ. അപ്പം അനിത പോയി പറഞ്ഞു സാറേ ഞങ്ങൾക്ക് സ്മോക്ക് ചെയ്യണം. ഒന്നും മിണ്ടിയില്ല. വി വോണ്ട് ടു ഗോ ഫോർ എ സ്മോക്ക്, വിൽ ഗോ ഫോർ എ സ്മോക്ക് ആൻഡ് കം തോന്നുന്നു. അക്ഷരം മിണ്ടിയില്ല. അനിത വാസ് ടു ഗുഡ്. അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് ആണ് നമുക്ക്. അപ്പം അനിത വന്നു. പിന്നെ മാത്രമല്ല ഞാൻ പിന്നെ ഡിസൈഡ് ചെയ്തു എന്നെപ്പറ്റി എന്ത് പറഞ്ഞാൽ തിരിച്ച് അവരോട് തന്നെ ചോദിക്കും. അപ്പം ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇവരുടെ വലിയ ഇങ്ങനെ കൂടെ നടക്കുകയാണ് വെച്ചാൽ വേറെ വിധത്തിലാണ് ഈ പറയുന്നത്, ഒരു ക്യാരക്ടർ അസാസിനേഷൻ.
ഞാനപ്പോൾ ഇദ്ദേഹം വന്നേ, അപ്പം നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു വഴി കൂടി മറ്റേ ആൾ മറ്റേ വഴി കൂടി. ഞാൻ വെച്ചാൽ ഇതാണ് ചെയ്യുന്നത്, എന്നെപ്പറ്റി എന്ത് പറഞ്ഞാൽ ഞാൻ അപ്പം നേരിട്ട് ചോദിക്കും. ബിക്കോസ് ഇതൊരു സ്ട്രാറ്റജിയാണ് നമ്മളെ തളർത്താനായിട്ട്. ഇങ്ങനെ ഈ കോൺസ്റ്റന്റ്, സോ ദ മെൻ ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും പാടില്ല. പിന്നെ എവിടെയെങ്കിലും ഡിസ്കഷന് പോയാൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു അസോസിയേറ്റ് എഡിറ്റർ വന്നു ചെന്നൈയിൽ നിന്ന്, പി ജേക്കബ് എന്ന് പറഞ്ഞ. അപ്പം ഇദ്ദേഹം ജോലിയിൽ വലിയ മിടുക്കൻ എന്നാണ് പറയുന്നത്, പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് വളരെ ഒരു ഒരു എന്താണ് വളരെ ഒരു കോൾഡ് പേഴ്സൺ ആയിരുന്നു. പിന്നെ ഫീച്ചർ സ്ത്രീകളോടൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ളൊരു മനുഷ്യനായിരുന്നു അന്ന്. അപ്പം എല്ലാവരോടും അദ്ദേഹത്തിന് ഒരു അല്ലാത്ത ചിലവരെ വളരെ ഫേവറേറ്റ്സ് ആണ്, അവരെ ഫേവർ ചെയ്യും അങ്ങനെയൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ചില പ്രശ്നങ്ങൾ വന്നിട്ട് മെട്രോ പ്ലസ് അന്ന് നടക്കുന്നുണ്ട്. മെട്രോ പ്ലസ് 1999 തുടങ്ങി. അതിന് മുമ്പ് നേരത്തെ മാലിനി പാർസാത്തി കൊണ്ടുവന്നൊരു സാധനമാണ് മെട്രോ പ്ലസ്. മെഡ്രാസിലും ട്രിവാൻഡ്രത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെട്രോ പ്ലസ്. അന്ന് റിപ്പോർട്ടേഴ്സും ഡെസ്കുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് പറഞ്ഞു അങ്ങനെ പറ്റൂല, അത് അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് മുരളി ഗോപി, ഇപ്പം നമ്മുടെ സിനിമയിൽ വളരെ ശോഭിച്ച് നിൽക്കുന്ന മുരളി ഗോപിയും മരിച്ചുപോയ വേണു കൂടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. വേണു മുരളിയും ആയിരുന്നു മെട്രോ പ്ലസ് നോക്കിക്കൊണ്ടിരുന്നത്. പിൻകാലത്ത് അതിന് കൂടുതൽ സ്ട്രെങ്ത് വേണം എന്ന് പറഞ്ഞ് വേറെ 2 കുട്ടികളെയും എടുത്തു. അങ്ങനെ ഇരിക്കവെയാണ് ഹിന്ദുവിൽ തന്നെ സീനിയറായി ജ്യോതി എന്നൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹം സ്ത്രീ വിഷയത്തിൽ എന്തൊക്കെയോ പ്രശ്നം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എന്തൊക്കെയോ പ്രശ്നം കാരണം ഒരു ദിവസം നാരായൺ സാർ, ഞാൻ ലീവിലായിരുന്നു, സാർ ഇവിടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു യു ഹാവ് ടു മൂവ് ടു മെട്രോ പ്ലസ്. ഞാൻ പറഞ്ഞു എന്ത് സർ കാര്യം? അതപ്പം അന്ന് നവരാത്രിയുടെ ഹോളിഡേയ്സ് ആയിരുന്നു. ഇല്ല, മൂവ് ടു മെട്രോ പ്ലസ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആണ്, പക്ഷെ ഐ വാസ് ഹാപ്പി. ഞാൻ പറഞ്ഞു എനിക്ക് ഫീച്ചേഴ്സ് വലിയ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അന്ന് ഈ പറഞ്ഞവര് മുരളിയൊക്കെ ഉള്ളപ്പോൾ പറയും സരസ്വതി എഴുതൂ എന്നായിരുന്നു. നമുക്ക് സമയം കിട്ടില്ല. പക്ഷെ ഈ നൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അന്ന് 6 നൈറ്റ്സ് അടുപ്പിച്ച് ചെയ്യണം. അപ്പം എന്ത് വിഷുവോ സംക്രാന്തിയോ ക്രിസ്മസോ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഫൈനലി പോയി സാറിനോട് ചോദിച്ചു, ഇതെന്ത് സാറേ, എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും സ്ത്രീകൾ ഇറക്കിയാലേ പേപ്പർ ശരി, അത് ബാക്കിയുള്ളവർക്ക് നാട്ടിൽ പോകണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട് ഇപ്പം ട്രിവാൻഡ്രായി തന്നത് കുറ്റമാണോ? അപ്പം ലീവ് തരില്ല നമുക്ക്. അങ്ങനെയൊക്കെ ഇറ്റ് വാസ് വെരി അൺഫെയർ. അന്ന് നമുക്ക് എവിടെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷമങ്ങളൊക്കെ. പക്ഷെ പി ജേക്കബ് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ആക്സസ് ടു ദ ലൂ കുറച്ചും കൂടെ എളുപ്പമാക്കണം, വി വോണ്ട് എ കോഫി മെഷീൻ. അന്ന് ഈ വള്ളക്കടവായിരുന്നു ഹിന്ദു ഓഫീസ്. ഇന്ന് കാണുന്ന വള്ളക്കടവല്ല അന്നത്തെ വള്ളക്കടവ്. അവിടെ ചായയും കാപ്പിയും പോലും കിട്ടാത്തൊരു സ്ഥലമായിരുന്നു 2001 ആഹാരം കിട്ടൂല. നൈറ്റിൽ നമ്മൾ ആഹാരം കഴിച്ചു പോയില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടില്ല. രാത്രി ഒരു ഉമ്മ വരുമായിരുന്നു, ദോശയും കട്ടച്ചമ്മന്തിയും, തട്ടുദോശ. അത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ വാട്ട് ദ അറ്റൻഡർ മേക്സ് ഫോർ യു, കാപ്പി ഓർ ചായ അങ്ങനെ. അപ്പം ഞങ്ങൾക്കൊരു വെൻഡിങ് മെഷീൻ വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി മെഡ്രാസിൽ പറഞ്ഞ് അത് ചെയ്തു തന്നു. ഈ 2 കാര്യം പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞപ്പം ഞാൻ മെട്രോ പ്ലസിലോട്ട് മാറി. ഇങ്ങനൊരു പ്രശ്നമുണ്ടായി അവിടെ ഓഫീസിൽ. എന്നെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പം അത് മുകുന്ദ് പത്മനാഭനായിരുന്നു അന്ന് ഫീച്ചേഴ്സ് എഡിറ്റർ. ഐ തിങ്ക് 2004 തോന്നുന്നു. അതൊരു വലിയ അത് ഇമ്പോർട്ടൻറ്റ് വഴിത്തിരിവായിരുന്നു. ബിക്കോസ് മുകുന്ദിനോട് ജോലി എന്ന് പറയുന്നത് സച്ച് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്. മെട്രോ പ്ലസ് ടീമും ഇത്രയും നല്ലൊരു ടീം, അത് മുകുന്ദിൻ്റെയും അന്ന് മെട്രോ ഹാൻഡിൽ ചെയ്യുന്ന ഫീച്ചേഴ്സ് എഡിറ്റർ ആയിരുന്നു മുകുന്ദ, എല്ലാത്തിൻ്റെയും ചുമതലയായിരുന്നു. മെട്രോ പ്ലസ് നോക്കിക്കൊണ്ടിരുന്ന കൃത്തിക റെഡ്ഡി ആയിരുന്നു, കൃത്തിക റെഡ്ഡി എന്ന് പറഞ്ഞ. ഇത്രയും നല്ലൊരു ടീം ലീഡർ നമുക്ക് കാണൂല. അന്ന് മെട്രോ പ്ലസ് ഹൈദരാബാദ്, ബാംഗ്ലൂരില്, കൊച്ചി, ട്രിവാൻഡ്രം, പിന്നെ വിശാഖപട്ടണം, വിജയവാഡ, ഡൽഹി 7-8 എഡിഷൻസ് ഉണ്ട്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന കൃത്തികയാണ് ഓവർസീ ചെയ്യുന്നത്. സ്മൂത്തായിട്ട് പോവുമായിരുന്നു. പേജസ് ഞങ്ങൾക്ക് 4 പേജാണ്, അത് ഇവൻച്വലി കൂട്ടി 3 എഡിഷൻ ആക്കി, 4 ആക്കി. മെട്രോ വീക്കെൻഡ് വന്നു. അപ്പം മുകുന്ദിനോട് ജോലി അഗൈൻ നമുക്ക് എങ്ങനെ ഒരു ടീം ലീഡർ ആവണം എന്നൊരു റോൾ മോഡലായിരുന്നു. എന്നുവെച്ചാൽ എനി ടൈം യു ക്യാൻ കോൾ മി ഇഫ് ഹാവ് എ പ്രോബ്ലം എന്തായാലും മുകുന്ദ് ഇതാണ് പ്രശ്നം. അപ്പം മുകുന്ദ് വന്നപ്പം അഡ്വർടൈസ്മെന്റ് കാര്യം വരച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇത്രേ അഡ്വർടൈസ്മെന്റ് പാടുള്ളൂ, അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ മാറ്റർ വേണം. നമുക്ക് ഇവരൊക്കെ റോൾ മോഡൽസ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. കൃത്തിക, മുകുന്ദൊക്കെ വലിയൊരു വ്യത്യാസം വന്നു. ഈ ഒരു കംപ്ലീറ്റ് ചേഞ്ച് മുകുന്ദ് വന്നതോടെ ഞങ്ങൾക്ക് അപ്പൊ പ്രൊമോഷൻസ് ഒക്കെ തന്നു തുടങ്ങി. യു ഏബിൾ ടു ഷോ വാട്ട് യു വർക്കിംഗ്. മറ്റത് തലകുത്തനെ ജോലി ചെയ്താലും ദേവർ ഡേയ്സ് വെൻ ഞാനും അനിതയും മാത്രം 2 പേരാണ് ഫുൾ പേജ് ഇറക്കിയത്. അപ്പൊ തോമസ് ആയിരുന്നു അന്ന് ഡെസ്ക് ഇൻ ചാർജ്. ഞങ്ങൾക്കൊരു നല്ല മെസ്സേജ് അയച്ചു, പക്ഷെ പ്രൊമോഷനും വേറെ ഒന്നും തരില്ല. വലിയ ബുദ്ധിമുട്ടാണത്. അതൊക്കെ ചില ആൾക്കാർക്ക് റിസർവ്ഡ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞവർക്ക് ഇംഗ്ലീഷ് പോലും നേരെ അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു.
ഇദ്ദേഹം ഇരുന്ന് പേജ് നോക്കി തീരുമ്പോൾ നമുക്ക് രാത്രി 1:30-2 മണിയാവും. എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ കൺഫ്യൂഷനാണ്. അത് കഴിഞ്ഞ ഒരു ഇങ്ങനെ ഒരു കൃത്യകയിലൂടെ ഒക്കെ ജോലി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാസ് എ ഡിഫറെന്റ്, നല്ലൊരു നല്ലൊരു മെമ്മറബിൾ ഡേയ്സ് തന്നെയായിരുന്നു. അപ്പം എഴുതാനും നമ്മളെ ടീം ലീഡർ ആവാനും. അപ്പം മുകുന്ദ് ഇസ് വെരി ക്ലിയർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് സമയം മുകുന്ദിനെ വിളിക്കാം, SMS ചെയ്യാം. ഓൾ ദ ചാനൽസ് വർ കെപ്റ്റ് ഓപ്പൺ. അതൊരു നല്ല ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മെട്രോ പ്ലസിന് ആള് വേണം എന്ന് പറഞ്ഞു. ഫ്രൈഡേ റിവ്യൂ ഫീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ റിവ്യൂ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഇവിടെ ഫ്രൈഡേ റിവ്യൂവിൽ അന്ന് എഴുതിക്കൊണ്ടുന്ന വലിയ കുറെ താപ്പാനകളുണ്ട്. അപ്പൊ ഇവരെങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് പറയും, ഇവർ പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ എടുത്തോളണം. അപ്പൊ ആദ്യം നമുക്ക് പേടിയാണ്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ വലിയ പേര് കേട്ട ആൾക്കാരാണ്. ഇവർ വിളിച്ച് പറയുന്നത് തന്നെ ഞാൻ ഇന്ന സാർ എന്നാണ് പറയുന്നത് ഫോണിൽ. അപ്പം അന്ന് എടുത്ത ഒരാളുണ്ടായിരുന്നു, ഒരു യങ്സ്റ്റർ. ഇപ്പം ശില്പയാണ് കൊച്ചി മെട്രോ പ്ലസ് ചീഫാണ്. ശില്പ എഴുതുമ്പോൾ യെസ് മിസ്റ്റർ വാട്ട് എവർ ഹിസ് നെയിം വാസ്, ഹൗ കെൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു. ഇയാൾക്ക് അപ്പം മനസ്സിലായി. പിന്നെ വിളിച്ചിട്ടില്ല ഇദ്ദേഹം. അപ്പം ഇവരൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ളത് എഴുതി നമുക്ക് തരും, നമ്മൾ എടുത്തോളണം. അതായിരുന്നു റൂള്. പിന്നെ ചിലർ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി നമുക്ക് വേണ്ടാന്ന് ആർട്ടിക്കിൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേഴ്സണൽ ഇൻസൾട്ട് പോലാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ചില ഫേവേർഡ് ആയിട്ടുള്ള ആർട്ടിസൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഫേവറേറ്റ്സ് ഒന്നുമില്ല. നമുക്ക് ന്യൂസ് വർത്തി ആയിരിക്കണം, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണം, അത് അപ്പോഴത്തെ ഇറ്റ് ഷുഡ് ബി ടൈംലി. ആൻഡ് മുകുന്ദ് ഇസ് വെരി പെർട്ടിക്കുലർ. നമ്മൾ ആരെയും തമ്മിൽ അങ്ങനെ ചെയ്തു ആർക്കും പ്രത്യേകിച്ചൊരു ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇവിടുന്ന് ഊമക്കത്ത് പോകും. അത് ട്രിവാൻഡ്രം വാസ് വെരി ഫേമസ് ഊമക്കത്തുകൾ. അനോണിമസ് ലെറ്റേഴ്സ് മെഡ്രാസിൽ പോകും. ഇവർ തീരെ ശരിയല്ല, ഇവരങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലെഫ്റ്റും റൈറ്റ് ഹാൻഡ് വെച്ചൊക്കെ എഴുതും. അപ്പൊ ഈ ഫ്രീലാൻസേഴ്സും എഴുതുമായിരുന്നു കള്ളമെയിലൊക്കെ. ഫൈനലി മുകുന്ദ് അപ്പം വെരി ക്ലിയർലി മുകുന്ദ് 2 പേരെ വിളിച്ചു പറഞ്ഞു, ഇനിയും ഒരു കത്ത് ഈ ഒരു സ്ഥലത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ 2 പേരുടെ എഴുത്ത് ഞാൻ നിർത്തും എന്ന് പറഞ്ഞ അതോടെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഊമക്കത്തുകൾ നിന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു എഡിറ്ററിന്റെ സപ്പോർട്ട് വേണം നമുക്ക് ശരിക്കും നന്നായി ജോലി ചെയ്യണമെങ്കിൽ. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ് യു ബ്ലോസം. ഒരു ടീം അതുപോലെ വേണം. മറ്റത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഫോട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഫോട്ടോ തരില്ല സമയത്ത് എന്തോ ചെയ്യും, വലിയ പാടായിരുന്നു. അതിനൊക്കെ നല്ലൊരു വ്യത്യാസം വന്നു. പിന്നെ ഹിന്ദുവിലും ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി. ഞങ്ങൾക്കൊരു ഫോട്ടോ ലൈബ്രറി ഡിജിറ്റലായി വന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. വി കുഡ് ടെൽ ദം ടു ഗിവ് അസ് പിക്ചേഴ്സ്. ആ ഫോട്ടോ ലൈബ്രറി പോയി എടുക്കാം. അതൊക്കെ വലിയ ഞങ്ങൾക്ക് മുതൽക്കൂട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ കൾച്ചറൽ ജേർണലിസത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മുടെ ഇവിടെ കേരളം പോലെ ഇത്രയും റിച്ച് ഒരു സ്ഥലത്ത് കവറേജ് സോ പുവർ. ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ അന്നും ഇങ്ങനെ ഒരു ഫ്രൈഡേ റിവ്യൂ എന്ന് പറഞ്ഞ് കൾച്ചറൽ റിപ്പോർട്ടിംഗ് മാത്രം ചെയ്യുന്നൊരു സ്ഥലം. അതിൽ സിനിമ, ട്രഡീഷണൽ ആർട്സ്, മ്യൂസിക്, തിയേറ്റർ എല്ലാം ഉൾക്കൊണ്ടാണ്. അപ്പം നമുക്ക് ശരിക്കും കേരളത്തിനെ പറ്റി എന്തൊരു വൈബ്രന്റ് റിച്ച് കൾച്ചറാണ് നമുക്ക് അറിയാൻ പറ്റും. അതിനെപ്പറ്റി എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ കവർ ചെയ്യണം. അപ്പൊ ഇതിലൊക്കെ പിന്നിൽ നമ്മുടെ അടുത്ത് പ്രത്യേകം മുകുന്ദും പറയും പീപ്പിൾ സെൻട്രിക് ആയിരിക്കണം. നിങ്ങൾ ആർട്ടിനെ പറ്റി എഴുതിയാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റണം. യു നോട്ട് ട്രൈങ് ടു ഇംപ്രസ് പീപ്പിൾ, റൈറ്റ് ഇൻ സച്ച് എ വേ ദ പീപ്പിൾ ഷുഡ് ബി. അതേസമയം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയ ഡു റൈറ്റ്. പക്ഷെ അത് വല്ലവരെ ഇംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ്സ് കളിക്കാനോ ഉള്ള സ്ഥലമല്ല. അപ്പം നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് എഴുതാൻ പറ്റി. ഒരുപാട് ബെറ്റി നേരത്തെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വി കുഡ് ഫോൾ ബാക്ക്. അപ്പൊ അതിൽ ഒരുപാട് രസകരമായ ഒരിക്കൽ കമലഹാസനാണ് ഇവിടെ വന്നത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫിലിം ഫെസ്റ്റിവൽ. അപ്പം ഞങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ വേണമായിരുന്നു കമലഹാസന്റെ. അപ്പം എന്റേതാ അക്കാഡമി വിളിച്ചു, എല്ലാം വിളിച്ചു, രക്ഷയില്ല. ഫൈനലി നമ്മൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ തന്നെ വിളിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും കമലഹാസൻ ഇന്റർവ്യൂ വേണം, ഒന്ന് ഒപ്പിച്ചു തരും. അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഹി വിൽ കം ഔട്ട് ഓഫ് കൈരളി നൗ, യു ഗെറ്റ് ഇൻ ദ കാർ. അപ്പം അന്ന് ഗീതിക എന്ന് ഞങ്ങൾക്കൊരു ഫ്രീലാൻസർ ഉണ്ട്. ഗീതിക എന്ന് കമലഹാസനെ ഇന്റർവ്യൂ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത്. ഗീതിക താജിൽ പോയി വെയിറ്റ് ചെയ്യണു, കമലഹാസനെ മണ്ടത്രം കാണിച്ചു. ഈ കോൾ ബാക്ക് ഫ്രം എ നമ്പർ ദാറ്റ് വാസ് നോട്ട് ലിസ്റ്റഡ്. ഗീതികയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, പിന്നെ വിളിച്ചുമില്ല. അപ്പം പക്ഷെ ഈ കാറിൽ കയറി ഞങ്ങൾ താജിൽ പോയി, അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കാൻ പറ്റി. വി ഹാഡ് ഡിന്നർ വിത്ത് കമലഹാസൻ. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ലൊരു ഇന്റർവ്യൂ കിട്ടും. ഗീതിക ഡിഡ് ആൻ ഇന്റർവ്യൂ ഓൺ വെയിറ്റിംഗ് ഫോർ കമലഹാസൻസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ അത് കമലഹാസന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് കമലഹാസൻ വിളിച്ച് ഈ കുട്ടിയുടെ നമ്പർ വേണം എന്ന് പറഞ്ഞ് ഗീതികയുടെ നമ്പറൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കൾച്ചറൽ ജേർണലിസം അതാണ് എൻ്റെ രസം. പിന്നെ ഫീച്ചേഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബോർ അടിക്കൂല നമുക്ക്. എന്നും ഒരു ബീറ്റ് റിപ്പോർട്ടിംഗ് പോലെ ഒരേ സബ്ജക്റ്റോ അങ്ങനല്ല.
എന്നും നമ്മൾ കാലത്തെണ്ണീറ്റ് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ന്യൂസിൽ തന്നെ അതൊരു എക്സൈറ്റ്മെന്റ് ആണ് ജേർണലിസം ചെയ്യുമ്പോൾ. ഫീച്ചേഴ്സിൽ പ്രത്യേകം പല വോക്സ് ഓഫ് ഡിഫറെന്റ് വോക്സ് ഓഫ് ലൈഫിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഇന്ത്യയും ഇന്റർനാഷണലി ഒക്കെ. അവരെ പോയി മീറ്റ് ചെയ്യാം, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരെങ്ങനെയാണ് അവരുടെ ജോലി ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അവരുടെ ജനറോസിറ്റി. പിന്നെ യു ഓൾസോ ലേൺ ടു ഡിസ്റ്റിംഗ്വിഷ് ദാറ്റ് നല്ല ആർട്ടിസ്റ്റ് കാണുമ്പോൾ ഒരു നല്ല ഹ്യൂമൻ ബീങ്സ് ആവണമെന്ന് ഒരു റൂളില്ല. അപ്പൊ അതും നമ്മളെ ഡിസ്റ്റിംഗ്വിഷ്. മറ്റേ നമുക്ക് ഭയങ്കര ആരാധനയാണ് ഇവർ ചിലരെയൊക്കെ. അപ്പം ഞങ്ങളുടെ പണ്ട് ജേർണലിസം സ്കൂളിൽ പറഞ്ഞു തന്നത്, നിങ്ങൾ ജേർണലിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒറ്റ മനുഷ്യന്റെ കയ്യിൽ നിങ്ങൾ ഓട്ടോഗ്രാഫ് ചോദിക്കരുത്, ഒന്ന്. രണ്ടാമത് അവരുമായിട്ട് ഫോട്ടോ എടുക്കരുത്. അപ്പം ഇപ്പം ഞാൻ ചെയ്യണു, കമലാസനായിട്ട് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു അന്നൊക്കെ. പക്ഷെ ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്തു. 5-6 വർഷമായിട്ട് അതൊക്കെ നിർത്തി വെച്ചു. ഞാനിപ്പം അതൊക്കെ പഴയ സ്കൂൾ, ലെറ്റ്സ് ഗോ ടേക്ക് പിക്ചേഴ്സ് ആൻഡ് ടേക്ക് ഓട്ടോഗ്രാഫ്സ് എന്ന്. പക്ഷെ നല്ല നല്ല അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അംജദ് അലി ഖാനൊക്കെ എന്താണ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സ് ആണ്. എന്നെ സംബന്ധിച്ചോളം സംസാരിക്കാൻ പറ്റി. അംജദ് അലി ഖാന്റെ മ്യൂസിക് എന്താണ്, അതുപോലെ തന്നെ എൽ സുബ്രഹ്മണ്യം, കവിതാ കൃഷ്ണമൂർത്തി, എന്താണ് സോ ഗ്രൗണ്ടഡ്. അവരുടെ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. കൈരളിക്ക് വേണ്ടിയും ചെയ്തു, ഞാൻ ഹിന്ദുവിന് വേണ്ടിയും ചെയ്തിരുന്നു. പക്ഷെ പിന്നെ വൺസ് ഐ ടുക്ക് ചാർജ് ഓഫ് മെട്രോപ്ലസ് ആൻഡ് ഫ്രൈഡേ റിവ്യൂ, എൻ്റെ അടുത്ത് എൻ്റെ സീനിയർ ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ. ഞങ്ങൾക്കൊരു മെന്റർ ആയിരുന്നു ഹിന്ദുവിൽ പറ്റിയ വലിയൊരു നഷ്ടം. ഞങ്ങൾക്ക് എല്ലാ ആഗ്രഹം കൃഷ്ണകുമാർ ഞങ്ങളുടെ റെസിഡന്റ് എഡിറ്ററായിട്ട് വരണം എന്ന് വലിയ ആഗ്രഹിച്ചൊരു ആളാണ്. എക്സലന്റ് റൈറ്റർ, എക്സലന്റ് മെന്റർ, നല്ല എഡിറ്റിംഗ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം ഞാൻ കോപ്പി കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ കൃഷ്ണകുമാർ ഒരു കോപ്പി ചെയ്താൽ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ദുഃഖം തോന്നും. വട്ടം ഇട്ട് വെട്ടി, വൈ ഡിഡ് യു ഡു ദിസ്, ഓരോന്നും പറയും, എന്തിനെഴുതി എന്തിനു ചെയ്തു എന്നുള്ളത്. പക്ഷെ കഷ്ടകാലത്തിന് അത് വെൽക്കം ചെയ്യാത്ത ഒരുപാട് പേര് അന്ന് ഓഫീസിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വേറെ ഏത് പത്രസ്ഥാപനമാണെങ്കിലും കൃഷ്ണകുമാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചേനെ. അത് ചെയ്യാത്തത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു ലോസാണ്, ഹിന്ദുവിനും ലോസാണത്. അവിടെ ഒരുപാട് പൊളിറ്റിക്സ് ആയിരുന്നു അന്ന് വന്നത്. അങ്ങനെ ഒട്ടും ആവാൻ പാടില്ലാത്ത ഒരാളെയൊക്കെയാണ് റെസിഡന്റ് എഡിറ്റർ ആക്കിയത്. അതിന്റെ പിന്നെ ഭവിഷ്യത്തുകൾ ഹിന്ദുവിന് തന്നെ വളരെ നാണക്കേട് ആയിട്ടുള്ള സംഭവങ്ങളിൽ കലശിച്ചു ഫൈനലി. അപ്പം കൃഷ്ണകുമാർ പറഞ്ഞു, സരസ്വതി, ഇഫ് യു ആർ ഹെഡിങ് ഫ്രൈഡേ റിവ്യൂ യു ഷുഡ് നോട്ട് ബി ഡൂയിങ് ഇന്റർവ്യൂസ്. എനിക്ക് തോന്നിയത് വളരെ ഫെയർ ആണ്. ഞാൻ ഇവിടെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ഷുഡ് എക്സ്ക്ലൂസീവ്ലി ഡു ഇറ്റ് ഫോർ ദ ഹിന്ദു. അങ്ങനെയാണ് ഇന്റർവ്യൂസ് നിർത്തിയത്. എന്നിട്ട് സോണൽ മാൻസിംഗിനെ മീറ്റ് ചെയ്തു. ഇവരുടെയൊക്കെ ഡെഡിക്കേഷനാണ് നമ്മൾ. അപ്പൊ അവരുടെ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ച് റിജുനേറ്റ് ചെയ്ത് വന്നത്. നട്ടിൽ ഒടിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നെവർ അഗൈൻ വിൽ യു ഡാൻസ് അഗൈൻ, നെവർ അഗൈൻ വിൽ യു വാക്ക്. അവരെങ്ങനെ അതിൽ നിന്ന് അവരുടെ വിൽ പവർന്ന് വന്നു. ഇതൊക്കെ നമുക്ക് വലിയ മാർഗദർശികളാണ് ശരിക്കും പറഞ്ഞ. അതുപോലാണ് കലാമണ്ഡലം ഗോപി ആശാനെ കാണാൻ പറ്റി. എത്ര കാലത്തെ ട്രെയിനിങ് കഴിഞ്ഞാണ് ഇദ്ദേഹമൊക്കെ ഇവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വി ഹാവന്റ് ഡൺ ജസ്റ്റിസ് ടു പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് ആവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ആവാൻ പറ്റില്ല. ഗോപി ആശാനെ പോലത്തെ ആൾക്കാരൊക്കെ കേരളം ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ജീനിയസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. ബിക്കോസ് ദേ റിയലി ഇവരൊക്കെ കേരളത്തിന്റെ കൾച്ചറൽ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. ഞാനപ്പം ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഹീസ് എ സൂപ്പർ സ്റ്റാർ ഓഫ് കഥകളി എന്ന്. എനിക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് ഞാൻ. അപ്പോൾ ഒരു ഇന്റർവ്യൂ ആരെങ്കിലും ചോദിച്ചാൽ അവർ നമുക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഇന്റർവ്യൂ എടുത്തേ പറ്റൂ. ഹൂക്കോ ബൈ ക്രൂക്ക് എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഷബനാസ്മി വന്നപ്പോൾ ഒരിക്കൽ ഞങ്ങൾ പോയി ചെന്നിട്ട്, ഷബനാസ്മി വെരി ഹംഗ്രി എന്ന് ഞങ്ങൾ ആര്യനിവാസിൽ പോയി ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് അന്ന് ദോശയെല്ലാം കഴിച്ചിട്ട് വന്നു. അതൊക്കെ നല്ല നല്ല എന്താണ് ഒരു പ്രഷ്യസ് മെമ്മറീസ് ആണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് ദയാനിത സിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബീന പോളാണ് വിളിച്ച് പറഞ്ഞത്, സരസ്വതി ഇങ്ങനെ ദയാനിതയുണ്ട്, വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫറാണ് ഇന്ത്യയിൽ നിന്ന്. സ്ത്രീകളുടെ ഫോട്ടോഗ്രാഫേഴ്സ് കുറവാണ്, പക്ഷെ അതിൽ തന്നെ ധ്യാനത്തിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് വെരി ഡിഫറെന്റ്. അപ്പം ഇവര് താജിൽ മീറ്റ് ചെയ്തു. അപ്പം ഭയങ്കര ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ വന്നിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര ഈഗോ ആണ്. അപ്പം പറഞ്ഞു, നോ യു ഷുഡ് ടേക്ക് എ പിക്ചർ ലൈക്ക് ദാറ്റ്, ദിസ് ഇസ് ദ വേ ടു ടേക്ക് ഇറ്റ് എന്ന്. അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും പൊട്ട പിക്ചറാണ് എടുത്തു തന്നത്. അപ്പം ആ ഒരു ഈഗോ ക്ലാഷസ് ആണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇഫ് യു ആർ എ ഗുഡ് ജേർണലിസ്റ്റ്, നമുക്ക് ആരെങ്കിലും നല്ലത് പറഞ്ഞു തന്നത് ഉൾക്കൊള്ളാൻ കഴിയണം. യു ഹവ് ടു. ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് യങ് കൊളീഗ്സ് ഉണ്ട്.
അവർ ചിലപ്പം എഴുതുന്നതും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ നല്ല വ്യത്യസ്തമാണ്. പക്ഷെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ബിക്കോസ് ദേ ലുക്ക് അറ്റ് ദ വേൾഡ് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അതില്ലെങ്കിൽ ദെൻ ഇറ്റ്സ് നോട്ട് വർത്ത് ബീങ് എ ജേർണലിസ്റ്റ് ആൻഡ് സെയിങ് ഓ എൻ്റെ കാലത്ത് ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ ബാഡ് ട്രേറ്റ് ആസ് ഫാർ ആസ് എ മീഡിയ പേഴ്സൺ ഇസ് കൺസേൺ. ബിക്കോസ് ജേർണലിസ്റ്റിൽ അങ്ങനെ കോൺക്രീറ്റ് തൂണുകളൊന്നുമില്ല, ഇങ്ങനെ ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറഞ്ഞ്. അതപ്പോൾ അങ്ങനെ ധ്യാനിത സിംഗിനെ കണ്ടു. പിന്നെ വേറെ വേറെ ഇവിടെ ആനന്ദ് സിംഗ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കൻ ഫിലിം മേക്കർ ഉണ്ടായിരുന്നു നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന് വന്നിട്ട്. അദ്ദേഹം എത്രയോ അവാർഡ് വിന്നിങ്, നമ്മുടെ ഇവിടെ അന്നൊരു ആഫ്രിക്കൻ സെഗ്മെന്റ് ഉണ്ടായിരുന്നു, അവാർഡ് വിന്നിങ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, ഒരു ഇന്ത്യൻ. അദ്ദേഹത്തിനെ പോയി മീറ്റ് ചെയ്തു. അതൊക്കെ ഒരിക്കലും നമുക്ക് അവരുടെ സ്ട്രഗിളും അവരെങ്ങനെയാണ് വന്നത്, അവരുടെ കറേജ് ഓഫ് കൺവിക്ഷൻ, അതൊക്കെ റോൾ മോഡൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്. നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അവർ. ബിഫോർ ദ വേർഡ് ഇൻഫ്ലുവൻസസ് റിയലി കെയിം ഇൻ ടു ബീയിങ്. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മുടെ ഇവിടുത്തെ പിക്ചർ മാറാൻ തുടങ്ങി. പണ്ടൊക്കെ ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർസ് മോഹൻലാലിനെ മമ്മൂട്ടി ആണെങ്കിലും ഫോണിൽ വിളിച്ച് അവർ സംസാരിക്കും. PR ഏജന്റ് ഒന്നും ഇല്ലായിരുന്നു. യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ ത്രൂ എ PR ഓർ ത്രൂ ഒരു മാനേജറോ, അങ്ങനെയൊന്നും ഇല്ല സംഭവം. അപ്പം മമ്മൂക്കയൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ച് ഫോണിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാമായിരുന്നു. മമ്മൂക്ക വാസ് വെരി ആക്സസിബിൾ, ലാലേട്ടൻ വാസ് വെരി ആക്സസിബിൾ. അപ്പം മമ്മൂക്കയെ ഞാൻ അങ്ങനെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ ഫോണിൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ ഞാൻ 2-3 പ്രാവശ്യം നേരിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എക്സ്ട്രീംലി ആക്സസിബിൾ ആൻഡ് വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് ഇതുപോലെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് 2 ദിവസത്തിനകം ലാലേട്ടൻ്റെ ഇന്റർവ്യൂ വേണമെന്ന്. അപ്പം ഇവിടെ നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഷൂട്ട് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ജനകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആണെന്ന് തോന്നുന്നു, എനിക്ക് നേരെ സിനിമ ഓർമ്മയില്ല. അവിടെ പോയി ഞാൻ വിളിച്ച് ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് സമ്മതിച്ച് അദ്ദേഹം അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തു. ഹി മേഡ് ടൈം ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ നല്ല അതുപോലെയാണ് പാർവതിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് തോന്നുന്നു, പാർവതി തിരുവോത്തിന്റെ. പാർവതി അന്ന് സൂര്യയില് ആങ്കർ ആയിരുന്നു. ഷി വാസ് മേക്കിംഗ് എ ഫസ്റ്റ് മൂവി. പാർവതി ഇന്റർവ്യൂ ചെയ്തു. പിന്നെ മനു എസ് പിള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേമസ് ഓത്തർ ഹിസ്റ്റോറിയൻ. മനുവിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ വന്നത് മെട്രോ ക്ലാസ്സിലാണ്. മനു ഇവിടെ അന്ന് എഴുതി എൻ്റെ കൂടെ കൊളീഗാണ് ആ ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ നമുക്കങ്ങനെ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റി. പല യങ്സ്റ്റേഴ്സും ആദ്യം ഇന്റർവ്യൂ വന്നത് നമ്മളാണ് കൊടുത്തത്. അതൊക്കെ നല്ല ഫീലിംഗ് ആണ് നമുക്കത്. നമുക്ക് അവരെ പിൻകാലത്ത് വലിയ വലിയ ആൾക്കാരാകുമ്പോൾ യു റിയലി ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്, ദാറ്റ് യു വർ ദെയർ ടു സീ ദം ഗ്രോ ആൻഡ് ബിക്കം ദിസ് പീപ്പിൾ. അപ്പം ഞങ്ങൾ പാർവതിയുടെ കരിയറൊക്കെ ഞങ്ങൾ നിരന്തരം ഫോളോ ചെയ്തിട്ടുണ്ട്. പാർവതി ഓരോ സിനിമയിൽ നിന്നും മറ്റൊരു സിനിമയിലോട്ട് പോകുന്നതും ഗ്രോത്ത് ട്രാജക്ടറി, ഇപ്പം പാർവതിയുടെ ഉള്ള ആ ഒരു ഇവോൾവ് ആയിട്ടൊരു ആക്ടറും എല്ലാം, അതൊക്കെ ബ്യൂട്ടിഫുൾ ഒരു ജേർണിയുടെ ഭാഗമായിരുന്നു പാർവതി. പിന്നെ അതുപോലെ Shyam Prasad is somebody's career that I followed closely. Adoor sir again is a very very accessible person. ആ സാറിന് പക്ഷെ വീട്ടിൽ ചെല്ലണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാറിൻ്റെ വീട് അഡ്മയറും ചെയ്യാം, സാറിൻ്റെ സംസാരവും കേൾക്കാം. പിന്നെ ഒരു വളരെ ജനറസ് ആയിട്ട് സമയം തരുന്ന ഒരാളാണ് മധു സാറ്. മധു സാറിൻ്റെ മകൾ എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അപ്പം ഞാൻ സാധാരണ ഉമ വഴിയാണ് ചോദിക്കുന്നത് സാറിൻ്റെ അടുത്തുള്ള ഇൻ്റർവ്യൂസ്. അപ്പോൾ ഉമയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. മധു സാറിനെ പോയി കണ്ടിട്ടുണ്ട്. അപ്പം മധു സാറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെറ്റിക്ക് വേണ്ടി ഭരത് ഗോപി സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടി. വെച്ചാൽ മുരളി എപ്പോഴും പറയും അച്ഛൻ ഭയങ്കര ഗൗരവക്കാരനാണ്, പിന്നെ അദ്ദേഹത്തിന് സിനിമയൊക്കെ കണ്ടിട്ട്. അപ്പം ഭരത് ഗോപി സാറിനെ ഞങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു മുരളി നിന്നോളനെ അവിടെ നിന്ന്. അപ്പം മുരളി പറഞ്ഞു ഒരു കുഴപ്പമില്ല സരസ്വതി സരസ്വതി വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പോയി ചെന്ന് നിന്നു. അപ്പം ബെറ്റി എന്താട്ടോ പറഞ്ഞു എടോ താൻ തൻ്റെ തനി ട്രിവാൻഡ്രം മലയാളമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഗോപി സാർ പറഞ്ഞു അതെന്ത് കുഴപ്പം അങ്ങനെ ആയാൽ, മലയാളം എന്ന് പറയുന്നത് വളരെ റിച്ച് ആവുന്നത് പലതരം ഡയലക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ആ പ്രാദേശിക ഭാഷകളാണ് ഒരു ലാംഗ്വേജിനെ റിച്ച് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് പല ട്രിവാൻഡ്രം ഡയലക്റ്റിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു അവകർഷതാ ബോധമുണ്ട്. ട്രിവാൻഡ്രം സംസാരിച്ച വളരെ മോശമാണെന്നോ. ഇപ്പം എൻ്റെ അമ്മ എടപ്പള്ളിയിൽ നിന്നാണെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ദ വേ ദാറ്റ് യു പുട്ട് ഡൗൺ സർട്ടൻ ഡയലക്ട്സ് ആൻഡ് യു തിങ്ക് എ സർട്ടൻ അതർ ഡയലക്ട് ഇസ് വെരി നൈസ്. അതൊക്കെ ഭയങ്കര സ്റ്റുപ്പിഡാണ് ശരിക്കും പറഞ്ഞത്. അതൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള തോന്നലാണ്. ഒരു ഡയലക്ട് വളരെ കൂടിയതാണ്, ഒരു ഡയലക്ട് കുറവായിട്ടും എല്ലാം. എവ്രി ലാംഗ്വേജ് ഹാസ് ദ റിച്ച്നെസ് ബിക്കോസ് ദ ഡയലക്ട്സ്. അപ്പം അങ്ങനെ ഗോപി സാറ് പറഞ്ഞു. അതും ഒരു നല്ലൊരു ഇന്റർവ്യൂ. സാറ് സ്മിത പാട്ടിലിനെ പറ്റിയൊക്കെ സംസാരിച്ചു.
അങ്ങനെ. അപ്പോൾ അത് മുരളി എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഒബി സാർ വാസ് എക്സ്ട്രീംലി പേഷ്യൻറ്റ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെയാണ് വേറെ ഇവിടെ ട്രിവാൻഡ്രത്തെ പല ഞങ്ങൾ കോളംസ് ചെയ്തിരുന്നു. അപ്പം പഴയ വീടുകളെ പറ്റി, ബിക്കോസ് നമ്മുടെ ഇവിടെ പഴയ വീടുകൾ എന്നുമെന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു 50 years അതിൽ കൂടുതലൊന്നും വേണ്ട, 100 പോയാൽ ചിലപ്പോൾ കിട്ടില്ല, 50 years അബവ് വീടുകൾ നമുക്ക് മാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. 2-3 വർഷം ഞങ്ങളൊരു കോളം റൺ ചെയ്തു. അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഞങ്ങൾ ഓരോരുത്തർ പഴയ വീടുകളിൽ ചെന്ന്, നമുക്ക് രസമായിരുന്നു. ആ ഒരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ വീട്ടിൽ കയറി ചെന്ന് വീട് മുഴുവൻ കാണാനും അതിൻ്റെ കഥ കേൾക്കാനും, അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ ആഠ്യമായ പഴയ കുറേ വീടുകൾ കവർ ചെയ്യാൻ പറ്റി. നോട്ട് ഓൺലി ആഠ്യം, ഈവൻ ചെറിയ വീടുകൾ. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഹിൽട്ടൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ ഓടിട്ട വീട്, അതൊരു ഡെന്റിസ്റ്റിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ ആദ്യം ചെയ്തത്, ആ പുന്നൻ റോഡിൽ ഇറങ്ങി വരുന്ന വഴിക്ക്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മെമ്മറബിൾ സ്റ്റോറീസ് ചെയ്യാൻ പറ്റി. പിന്നെ പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ കൾച്ചറൽ ജേർണലിസം എന്ന് പറയുന്നത് സിനിമ മാത്രമല്ലല്ലോ, കഥകളി മാത്രമല്ല, പെർഫോമിംഗ് ആർട്സ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ നമുക്ക് അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ തിയേറ്റർ ഫോംസും പലതരത്തിലുള്ള ഇതിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ചത് സൂര്യയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. സൂര്യ ഇവിടെ വന്നതാണ് ശരിക്കും നമുക്കൊരു ആ എക്സ്പോഷർ തന്നത്. ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആർട്ട് ഫോംസ് ദാറ്റ് ഇസ് ദെയർ ഇൻ കേരള എന്നുള്ളത്. അങ്ങനെ അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെയാണ് തിയേറ്ററിൽ ഇവിടെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ വന്നപ്പം നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റി. ഇവിടെ തന്നെയുള്ള നിരീക്ഷ എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റ് തിയേറ്റർ ഒരു ലാംഗ്വേജ് കൊണ്ടുവന്ന നിരീക്ഷയൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ക്ലോസ്ലി ഫോളോ ചെയ്യുന്നവരാണ്. ഓവർ ടൈം അവരൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിൽ നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയി ഓവർ ദ ഇയേഴ്സ്. അതുപോലെയാണ് നമ്മൾ പിന്നെ വേറൊരു കാര്യം, നമ്മൾ ജേർണലിസ്റ്റിൽ നമുക്ക് നമ്മുടെ കുറവുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വേറൊരാൾക്ക് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഐ സ്ട്രോങ്ലി ബിലീവ് യു ഷുഡ് ലെറ്റ് ദ അതർ പേഴ്സൺ ഡു. അപ്പം ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് കേട്ടാൽ അറിയാം, പക്ഷെ ഞാൻ റിവ്യൂ ചെയ്യാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഐ നെവർ തോട്ട് ഐ ന്യൂ ഇനഫ് ടു റിവ്യൂ എ ക്ലാസിക്കൽ മ്യൂസിക് പ്രോഗ്രാം. ഞാൻ തൊട്ടിട്ടേ ഇല്ല. ബിക്കോസ് ഞാൻ പറയുകയും ചെയ്യും, ഞാൻ പറഞ്ഞു എനിക്ക് പാട്ടറിയാം, നന്നായിട്ടറിയാം, പാടുകയും ചെയ്യും, പക്ഷേ ഒരു റിവ്യൂ എഴുതണമെങ്കിൽ നമുക്ക് അതിനപ്പുറം വേണം. വലിയൊരു പാട്ടുകാരനെ വിലയിരുത്താൻ പോവുകയാണ് നമ്മൾ. അപ്പം ഹിന്ദുവിൽ അന്ന് ഒരു റൂളുണ്ടായിരുന്നു, ആരെയും നമ്മൾ അടച്ചാക്ഷേപിച്ച് എഴുതരുത്. അതൊരു വളരെ അവർ സ്ക്രീച്ച് ചെയ്തു മിനി അത് വേറെ ഭാഷ വളരെ റിച്ച് അല്ലേ, എത്ര വിധത്തിൽ നമുക്ക് സെയിം തിങ് പ്രസന്റ് ചെയ്യാം. അപ്പം റിവ്യൂ എഴുതുമ്പോൾ ഞങ്ങൾ വളരെ കെയർഫുൾ ആയിരുന്നു. പിന്നെ വേറെ റിവ്യൂസ് എഴുതുന്ന പക്ഷേ ഇവിടെ ഒരു വളരെ സീനിയർ ജെന്റിൽമാൻ ഉണ്ടായിരുന്നു, നല്ലോണം പാട്ടറിയുന്ന ഒരു സാറായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് ഇപ്പോഴത്തെ ഒരു വെൽ നോൺ ലേഡി മ്യൂസിഷ്യൻ്റെ കച്ചേരി അത്ര ശരിയായില്ല എന്ന് എഴുതി. അദ്ദേഹത്തിനെ ഫോൺ ചെയ്ത് ഇവരുടെ ഹസ്ബൻഡ് വിളിച്ച് ഒരുപാട് മോശമായി സംസാരിച്ചു. അപ്പം എന്തെങ്കിലും ക്രിറ്റിസിസം പറഞ്ഞാൽ അത്ര പോലും താങ്ങാൻ വയ്യാത്ത ആൾക്കാരാണ്. നമ്മൾ സിനിമ ക്രിറ്റിസിസം ചെയ്യുമ്പോഴാണ് ഏറ്റവും അറിയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് എക്സാമ്പിൾ ജോജു ജോർജിന്റെ പണി, ഒരു റിവ്യൂവറിനെ വിളിച്ച് ചീത്ത പറയാൻ നമ്മളെല്ലാവരും കേട്ടതാണ്. ഇവർക്ക് അത്രയ്ക്ക് ഈഗോ ആണ്, ഒരു പോറൽ പോലും സഹിക്കാൻ വയ്യാത്ത ആൾക്കാരാണ്. അത് നമുക്ക് യോജിപ്പില്ല അതിനോട്, പക്ഷെ അടച്ചാക്ഷേപത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരു ലാംഗ്വേജ് മസ്റ്റ് ബി പോളിഷ്ഡ് വെൻ യു ക്രിട്ടിസൈസ്. അങ്ങനെ നല്ല കുറേ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനും അവരോട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ജഗജിത് സിംഗിൻ്റെ കൂടെ പറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ്, നമ്മുടെ പങ്കജ് ഉദാസ്, ജഗജിത് സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൂർബയാൻ ചാറ്റർജി, ഗായത്രി അശോകിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഒത്തിരി പേരുടെ നമുക്ക് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പൊതുവിലൊരു ധാരണയുണ്ട്, അൺലെസ് യു ആർ എ റിപ്പോർട്ടർ യു ഡോണ്ട് ഗോയിങ് ടു ഡു വെൽ എന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും മറക്കുന്നത് ടെലിവിഷൻ ലോകത്താണ് പ്രിന്റ് ജേർണലിസം വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാവരും ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞ് കാണും. പേപ്പർ വായിക്കുന്ന മിക്കവരും കൂടുതൽ ഇൻഡെപ്ത് ന്യൂസ് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. ബ്രേക്കിംഗ് ന്യൂസിൽ മിക്കവാറും ന്യൂസ് വന്നു കഴിയും. അപ്പോഴാണ് ഫീച്ചർ റൈറ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഫീച്ചർ റൈറ്റിങ്ങിൻ്റെ കാലമാണിത്. ഫീച്ചർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1000 വാക്ക് എഴുതണം എന്നല്ല, 300 വാക്കാണെങ്കിലും അത് പീപ്പിൾ സെൻട്രിക് ആയിട്ട് എഴുതാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ശരി, ഒരു ഗവൺമെൻറ് പോളിസി ആണെങ്കിലും ശരി, നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമോ നമുക്ക് എഴുതാൻ കഴിവില്ലാത്തൊരാൾക്ക് പേപ്പേഴ്സ് അത് വിൽക്കൂല. അത് ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, കോവിഡ് സമയം പാൻഡമിക് വന്നല്ലോ 2020, മെട്രോപ്ലസിനൊക്കെ
കംപ്ലീറ്റ് ഞങ്ങൾ ഓൺലൈൻ പോയി. എഡിഷനേ ഇല്ലായിരുന്നു, പത്രമുണ്ടായിരുന്നു ഫോർ സം ടൈം, പക്ഷെ മെട്രോ പ്ലസ് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ പോയി. പിന്നെ എല്ലാം ഓൺലൈൻ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് നിരാശയായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു, ഓൺലൈൻ പോയപ്പോൾ ഞങ്ങൾക്ക് ധാരാളം റീഡേഴ്സാണ്. അതും ട്രിവാൻഡ്രം സിറ്റി മാത്രമല്ല, ഞങ്ങൾക്ക് റീഡേഴ്സ് നമ്മൾ മലയാളി ഡയസ്പോറ എന്ന് പറയുന്ന ലോകം മുഴുവനുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തിന് കിട്ടുന്നതിനെക്കാട്ടി ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഫുൾ ഓൺലൈൻ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ആർട്ടിക്കിളും എത്ര പേരാണ് വായിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, വൺസ് ഇറ്റ് ഇസ് പബ്ലിഷ്ഡ് ഓൺലൈൻ. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടുത്തെ വലിയ സീനിയർ റിപ്പോർട്ടേഴ്സും അവരും എഴുതുന്ന പല ന്യൂസിനെയും കാട്ടില്ല ഞങ്ങൾ എഴുതുന്ന വാർത്തകൾക്കാണ് കൂടുതൽ വ്യൂസ് ഉള്ളത്, കൂടുതൽ ആൾക്കാർ കാണുന്നത്. മറ്റേത് 200 150 റീഡേഴ്സും മാത്രമേ ഉള്ളൂ ഓൺലൈൻ. ഞങ്ങൾക്ക് 14,000 4000 2000 ഇത്രയും വ്യൂസ് ഉള്ളപ്പോൾ അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇതാണ് ആൾക്കാർ വായിക്കുന്നത്. ഇതുവരെ കരുതിയ പോലെ ഈ നമ്മൾ കാണുന്ന ഈ പൊളിറ്റിക്കൽ അനാലിസിസും ഇതും ഒന്നുമല്ല ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നത്. ബ്രേക്കിംഗ് ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ട് നല്ലോണം, ഭയങ്കരമായിട്ട് നല്ല റീഡർഷിപ്പ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വളരെ ഇങ്ങനെ സിറ്റിംഗ് ഓൺ എ പെഡസ്റ്റൽ ജാർഗൺ ഉപയോഗിച്ച് ഗവൺമെന്റ് പോളിസി ഡോക്യുമെന്റ്സും അനാലിസിസും ഒക്കെ എഴുതുന്ന ആരും തന്നെ വായിക്കുന്നത് 200 കഷ്ടിച്ച് 150 വ്യൂസ് ഒക്കെയാണ്. സിനിമ റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ പോകുന്നതിന് മുമ്പ് തന്നെ 10,000 രൂപ 20,000 വ്യൂസ് ഒക്കെയാണ് വന്ന് കൂടുന്നത്. അപ്പം അതൊരു ഭയങ്കര നല്ല നല്ല ഫീലിംഗ് ആയിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, കോൺട്രറി ടു വാട്ട് മോസ്റ്റ് പീപ്പിൾ തിങ്ക്, ഫീച്ചർ റൈറ്റേഴ്സ് ആർ റെഡ്, ഫീച്ചർ റൈറ്റേഴ്സ് ഹാവ് എ റെലവൻസ് ആൻഡ് ആൾക്കാർ വായിക്കുന്നത് ഈ തരം പീപ്പിൾ സെൻട്രിക് ന്യൂസ് ആണ്. കോവിഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്റർനെറ്റ് എഡിഷൻ സ്ട്രോങ് ആയത്. അതോടെ ഞങ്ങൾക്ക് ഇത് ഒരുപാട് വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് പ്രസൻസ് വേണമെന്ന് തോന്നി. യൂട്യൂബ് ഉണ്ടായിരുന്നു ഹിന്ദുവിൽ നേരത്തെയും. അപ്പം അതൊക്കെ കുറെ കൂടെ ശക്തിപ്പെട്ടത് കോവിഡ് സമയത്താണ്. ആൻഡ് അതിലൊക്കെ നമുക്ക് കാണാം എത്ര വ്യൂസ് ആണുള്ളതെന്ന്. അപ്പം PJ ജോർജ് എന്ന് പറഞ്ഞൊരു വളരെ സമർത്ഥനായ മിടുക്കനായ മലയാളിയായിരുന്നു ഇന്റർനെറ്റ് എഡിഷന്റെ എഡിറ്റർ ഒരു സമയത്ത്. ഹി വാസ് ഇൻ ചാർജ്, ഹാൻഡ്സ് ഓൺ. ജോർജ് കുറെ എക്സ്പ്ലെയിനേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കോളംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ജോർജ് ഒരുപാട് എൻകറേജ് ചെയ്യുമായിരുന്നു ഞങ്ങളെയൊക്കെ ചെയ്യാനായിട്ട്. ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞ വ്യൂവർഷിപ്പ്. ഈ വെറുതെ നമ്മൾ പോയി ചെന്ന് പ്രസ് റിലീസ് കിട്ടി അടിച്ച് കയറ്റുന്നതല്ല വ്യൂവർഷിപ്പ്. അതിനാരും വായിക്കുന്നുമില്ല. കഷ്ടകാലത്തിന് ഇപ്പോഴും നമ്മുടെ പത്രങ്ങൾ പലതും മാറിയിട്ടില്ല. ഇപ്പോഴും പ്രസ് റിലീസ് അടിച്ച് കയറ്റുന്നതാണ് ജോലി. ഒരു പ്രസ് റിലീസ് എങ്ങനെയാണ് ആൾക്കാരുടെ ലൈഫ്സിനെ എഫക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റിയാൽ അതാണ് ആൾക്കാർ വായിക്കുന്നത്. ലോക്കൽ ന്യൂസിന് നല്ല വിലയാണ്. ബിക്കോസ് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ട്രിവാൻഡ്രത്ത് വെള്ളമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഹോൾ പോപ്പുലേഷൻ എഫക്ട് ചെയ്യുന്നതാണ്. എത്ര പത്രങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തു, എത്ര പത്രങ്ങൾ ആൾക്കാരുടെ വീടുകളിൽ പോയി സംസാരിച്ചു, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ്. മോസ്റ്റ് ഓഫ് ദ പേപ്പേഴ്സ്, അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് പേപ്പേഴ്സ് ചെയ്തതായി ഞാൻ കണ്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ തട്ടുന്നത്. റോഡ് പൊളിച്ചിട്ടു, നമ്മൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്തത്. ടു ഗോ ആൻഡ് സ്പീക്ക് ടു ദ റീഡേഴ്സ്, ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ഡിഫിക്കൽട്ടി ദ ദേ ആർ ഫേസിങ്. അപ്പൊ ഓൺ ദ ഗ്രൗണ്ട് പോയി വർക്ക് ചെയ്യണം. ലോക്സഭ അവിടെ പോയി ചെന്ന് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാലത്തോട്ട് രാത്രി വരെ ഇരുന്ന് ഞാൻ പ്രസ് അവിടെ എനിക്ക് പാസ്സുണ്ട്, ഞാൻ പോയി അവിടെ എഴുതുന്ന ആളാണെന്ന് പറയുന്നതിനും കാട്ടിൽ ആൾക്കാർക്ക് ആവശ്യം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓൺ ദ ഗ്രൗണ്ട് റിപ്പോർട്ടിങ് ചെയ്യുന്ന ആൾക്കാരെയാണ്. സിമ്പിൾ കാര്യം, ഇപ്പൊ സിനിമ റിവ്യൂ തന്നെ നമ്മൾ നേരത്തെ പറയുണ്ടായിരുന്നു. സിനിമ റിവ്യൂ പോട്ടെ, ഇത്രയും വെള്ളത്തിന്റെയോ ലൈറ്റിന്റെയോ റോഡ് ആക്സസിന്റെയോ പോലത്തെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ അതുവരെ ആൾക്കാർ വായിക്കുന്നത് വെച്ചാൽ ദേ ഡിപ്പെൻഡ് ഓൺ ദ പേപ്പർ ഫോർ സംതിങ് ഇൻ ഡെപ്ത്. എല്ലാവർക്കും അറിയാം സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് ഷുഡ് വി ഗോ ടു വാച്ച്, ഷുഡ് വി പുട്ട് അവർ മണി ഓൺ ദിസ് മൂവി, അതാണ് അറിയേണ്ടത്. അപ്പം നമ്മൾ മാറിയില്ലെങ്കിൽ വി വിൽ സൂൺ ഫൈൻഡ് ദറ്റ് പീപ്പിൾ സ്റ്റോപ്പ് ടേക്കിംഗ് പേപ്പേഴ്സ്. എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ഇത്ര പ്രസക്തമായെന്ന് വെച്ചാൽ ദേ സ്പീക്ക് ദ ലാംഗ്വേജ് ദാറ്റ് ദ വ്യൂവേഴ്സ് വാണ്ട് ടു ഹിയർ, ദേ ടേക്ക് ദ കൈൻഡ് ഓഫ് ന്യൂസ് ദാറ്റ് ദേ വാണ്ട് ടു ഹിയർ. എല്ലാ യൂട്യൂബേഴ്സും സത്യസന്ധമായി ചെയ്യണു എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ കുറെ കൂടെ സെൻസിറ്റീവ് ആയിട്ട് ആൾക്കാരുടെ ഇഷ്യൂസിലും ആൾക്കാരുടെ ലൈഫിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പോഴും ഏതോ ഒരു പെഡസ്റ്റലിൽ ഇരുന്ന് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആണ് ഏറ്റവും ബി ഓൾ ആൻഡ് എൻഡ് ഓൾ. അതിന്റെ കാലം കഴിഞ്ഞു. We need more of on the ground reporting where people can talk about their lives, when people can talk about their problems. പത്രം എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു പ്രോബ്ലം സോൾവർ, ഒരു വഴി കാട്ടി, സൊല്യൂഷൻ ഗിവർ, ഇതായിട്ടൊക്കെ മെറ്റമോർഫസിസ് ചെയ്തില്ലെങ്കിൽ
പത്രം എന്ന് പറയുന്ന സാധനം as such will soon be dead. പല പത്രങ്ങളിലും ഇപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അഡ്വർടൈസ്മെന്റ് പീപ്പിൾ കോൾ ദ ഷോട്ട്. സം ഓഫ് ദ അഡ്വർടൈസ്മെന്റ് പീപ്പിൾ ദാറ്റ് ഐ നോ ആർ കംപ്ലീറ്റ്ലി, നോട്ട് ഓൾ ഓഫ് ദം, പക്ഷെ സം ഓഫ് ദ അഡ്വർടൈസ്മെന്റ് പീപ്പിൾ ദാറ്റ് യു നോ ആർ കംപ്ലീറ്റ്ലി അൺഅവെയർ. ഒരു എന്താണ് സോഷ്യൽ സെൻസിറ്റീവ് ഇല്ല, ഒരു സോഷ്യൽ ഒരു റെലവൻസ് ഇല്ല, സോഷ്യൽ ഡിഗ്നിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവര് പത്രം റൺ ചെയ്യാൻ തുടങ്ങിയ കഷ്ടമാണ്. അവർക്ക് ഒരു മൊളസ്റ്ററിന്റെ കഥയോ ഒന്നും പറഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അവർ ചെയ്യും പൈസ കൊടുക്കാമെങ്കിൽ. അതാണ് അവരുടെ സോഷ്യൽ സെൻസിബിലിറ്റി. സോ അതിന്നൊക്കെ മാറിയാണ് നമ്മൾ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വി ആർ സപ്പോസ് ടു ബി സോഷ്യലി അവെയർ, വി ആർ സപ്പോസ് ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ, എത്തിക്സ് വേണം നമുക്ക്. അപ്പൊ ഇതൊക്കെ ഇല്ലാത്തൊരു അഡ്വർടൈസ്മെന്റ് മാനേജറോ വല്ലതും ഇരിക്കുകയാണെങ്കിൽ ഒരു എഡിറ്റർ ഹാസ് ടു ബി ദാറ്റ് സ്ട്രോങ് ടു പുട്ട് ഹിം ഇൻ എസ് പ്ലേസ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കിപ്പം ഹിന്ദുവിൽ പറയുകയാണെങ്കിൽ ഇന്നിപ്പം കൊച്ചി റൺ ചെയ്യുന്ന എസ് അനന്തൻ ഫ്രൈഡേ റിവ്യൂവില് കോൺട്രിബ്യൂട്ടറായിട്ട് തുടങ്ങിയതാണ്, ഫീച്ചർ റൈറ്ററായിട്ട്. അദ്ദേഹമാണ് ഇപ്പം കൊച്ചിയിൽ ചെയ്യുന്നത്. ശില്പ കൊച്ചി മെട്രോ പ്ലസ് ചീഫാണ്. ഷീ ബിഗാൻ ആസ് എ ഫ്രീലാൻസർ ആൻഡ് ആസ് എ HT ടൈംസിൽ ഡെസ്കിലായിരുന്നു. ആൻഡ് ദെൻ ഷീ ബിഗാൻ ആസ് എ ഫീച്ചർ റൈറ്റർ. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ ഇനി പോകും തോറും നമ്മൾ കാണും ആൾക്കാർക്ക് ക്രിസ്പായിട്ട് ന്യൂസ് വേണം. ശരിയാണ്, 300 വാക്കിൽ ദ ലെസ്സർ ദ ബെറ്റർ. പക്ഷെ അത് പീപ്പിൾ സെൻട്രിക് ആയിരിക്കണം. യു ഹാവ് ടു പുട്ട് പീപ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് വാട്ട് യു റൈറ്റ്. പിന്നെ രസകരമായ ഒരുപാട് ചേഞ്ചസ് നമ്മൾ കാണാൻ കഴിഞ്ഞു. സിനിമയിൽ തന്നെ നമ്മൾ പണ്ട് ഒരുപാട് ഇപ്പൊ WCC എന്ന് പറഞ്ഞ വളരെ ശക്തമായി വളർന്നൊരു കൾച്ചറാണ്. അത് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വേറെ ഇറ്റ് ഇസ് മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് ദാറ്റ് അവർ ഫിലിം ആർട്ടിസ്റ്റ് ഹാവ് ബീൻ ഏബിൾ ടു കം അപ്പ് വിത്ത് സംതിങ് ലൈക്ക് ദിസ്. And the government instituted, they were forced to institute ഒരു കമ്മീഷൻ ലൈക്ക് ദ ഹേമ കമ്മിറ്റി കമ്മീഷൻ. അതിൻ്റെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അതിൻ്റെ റെക്കമെൻഡേഷൻസും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും WCC is a force to reckon with now. പല ബാക്കി ഫിലിം ഇൻഡസ്ട്രീസിനും ഒരു മാതൃകയാണ് വിമൻ ഇൻ സിനിമ കളക്ടീവ്. അത് ശക്തമായി വരാൻ കാരണം നമ്മുടെ ഇവിടുത്തെ സിനിമയിൽ വരുന്ന പല സ്ത്രീകളും ഇപ്പോൾ നല്ല പഠിത്തമുള്ളവരും, സിനിമ മാത്രമല്ല അവർക്ക് ജീവിതമാർഗം. ദേ വെരി ടാലന്റഡ്, ദേ വെരി വെൽ ക്വാളിഫൈഡ്, ദേ ഹാവ് അതർ ഓപ്ഷൻസ്. ദേ കം ടു സിനിമ ബിക്കോസ് ദേ വാണ്ട് ടു വർക്ക് ആസ് ആക്ടേഴ്സ്, നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ്. അതുപോലെയാണ് സിനിമയിൽ വിമൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, വിമൻ ഡയറക്ടേഴ്സ് ധാരാളമുണ്ട്. പക്ഷെ നമുക്ക് ഇതിലൊക്കെ മീഡിയ സ്കൂൾസിൽ ഏറ്റവും അത്യാവശ്യം, ഐ ബീൻ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എൻഡ്ലെസ്ലി, ജെൻഡർ സെൻസിറ്റൈസേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പല പുരുഷന്മാരും പറയും ഞാൻ എൻ്റെ പെങ്ങളെയും അമ്മയടുത്ത് സംസാരിക്കുന്ന, നിങ്ങൾ വീട്ടിൽ അമ്മയടുത്തും പെങ്ങളെയും സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗിനടുത്ത് സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ യു വിൽ ബി സ്ലാപ്ഡ് വിത്ത് സർട്ടൻ ലോട്ട് ഓഫ് ഹാരസ്മെന്റ് കേസസ്. നമ്മൾ വീട്ടിൽ പല വിധത്തിൽ നമ്മുടെ അമ്മയടുത്തോ പെങ്ങളിനടുത്തോ ഭാര്യയടുത്തോ നിങ്ങൾ സംസാരിക്കും. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് ഓഫീസിലും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ് കൊടുക്കുന്നത് WCCയും. അതുപോലത്തെ ഞങ്ങൾക്ക് ആസ് ഫാർ ആസ് എ വുമൻ ജേർണലിസ്റ്റ് ഇസ് കൺസേൺ, ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഓഫ് വിമൻ ആൻഡ് മീഡിയ ഉണ്ട്, വിച്ച് ഇസ് എ നാഷണൽ ബോഡി. കംപ്ലീറ്റ്ലി വി ഡോണ്ട്, ഒരു ഡൊണേഷനും ഇല്ല, ഒരു പൈസയില്ല. വി പുട്ട് ഇൻ അവർ ഓൺ മണി ടു റൺ അവർ ഷോ. അതൊരു വലിയ ശക്തമായ ഒരു ബോഡിയാണ്. ബിക്കോസ് ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന 2-3 മലയാളി സ്ത്രീകളാണ്. അമ്മു ജോസഫ് എന്ന് പറഞ്ഞ വളരെ ലാൻഡ്മാർക്ക് പുസ്തകം എഴുതിയ, ഒരു ഹൂസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ സ്ത്രീയാണ്. ഇൻ കൊളാബറേഷൻ വിത്ത് കൽപ്പന ശർമ്മ ഹു വർക്ക് ടു ദ ഹിന്ദു. അവർ പറഞ്ഞു വാർത്തകൾ എങ്ങനെയാണ് സ്ത്രീകളുടെ കാഴ്ചപ്പാട് കാണുന്നത്, എത്രത്തോളം സ്ത്രീകൾ ഈ വാർത്താ ഫ്രണ്ട് പേജിൽ വരുന്നുണ്ട്, എന്ത് കൈൻഡ് ഓഫ് ന്യൂസിലാണ് സ്ത്രീകളെ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ന്യൂസ് പോർട്ട്ഫോളിയോസ് ഡു വിമൻ ഹാൻഡിൽ ഇൻ ന്യൂസ് പേപ്പർ ഓഫീസസ്. വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ച ഒരു ലാൻഡ്മാർക്ക് ബുക്കാണ്. ഇതൊക്കെ നമ്മുടെ ജേർണലിസം സ്കൂൾസിൽ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട്? ജെൻഡർ സെൻസിറ്റൈസേഷൻ കോഴ്സസ് നമ്മുടെ ജേർണലിസം സ്കൂൾസിൽ പഠിപ്പിക്കുന്നുണ്ടോ? പല ആൺകുട്ടികളും ചെറുപ്പക്കാരാണ്, ദേ വെരി യങ്, ദേ ഡോണ്ട് നോ എനി ബെറ്റർ. അവർക്ക് അവരുടെ സംസാരത്തിലോ അവരുടെ ബിഹേവിയറിലോ തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ കോഴ്സാണ്. ഒരു മുതിർന്ന പത്രപ്രവർത്തകന് തെറ്റ് തോന്നില്ല, പക്ഷെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് പണ്ടത്തെ പോലെ മിണ്ടാണ്ട് സഹിച്ചിരുന്നു എന്ന് വരില്ല. അപ്പം ധാരാളം ഇനി നമ്മളിപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ലോട്ട് ഓഫ് വയലേഷൻസ് ഓഫ് ഡിഗ്നിറ്റി അറ്റ് ദ വർക്ക് പ്ലേസ് ബൈ മീഡിയ പേഴ്സൺസ്. ഇവർക്കെല്ലാം ജോലി കൊടുക്കാൻ സ്ഥാപനങ്ങളുണ്ട്, ശരിയാണ്. പലരെയും 2-3 ദിവസം അവർ തലക്കെട്ടുകളിലൊക്കെ കാണും, അത് കഴിഞ്ഞ് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എനിക്കറിയാവുന്നൊരു പീഡോഫിൽ വരെ ഞങ്ങളുടെ പത്രത്തിൽ വരെ അഡ്വർട്ടോറിയൽസ് എഴുതുന്നുണ്ട്, പല പേരില്ലാണ്ടൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഒരു ഗവൺമെന്റ് എടുക്കേണ്ട സ്റ്റെപ്സ് ആണ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ ഇസ് ഹൈലി എസെൻഷ്യൽ ഇൻ എ സൊസൈറ്റി ലൈക്ക് കേരള.
where we are seeing so much of violations against women. ഇത് ഞാൻ മുഴുവൻ ആൺകുട്ടികളുടെ കുറ്റമാണെന്ന് പറയില്ല. നമ്മൾ ഹെൽത്ത് അവെയർനെസ് വരുന്നത് പോലെയും സിവിക് അവെയർനെസ് വരുന്നത് പോലെയും എല്ലാ കുട്ടികളെയും, ഇപ്പം പെൺകുട്ടികൾക്ക് നമ്മൾ പല ചെറുതിലേ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണം, നിങ്ങൾ രാത്രി പോകുമ്പോൾ നിങ്ങൾ അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നോക്കണം, നിങ്ങൾ ഇരിക്കുന്ന യു മസ്റ്റ് ഓൾവേസ് ബി അവെയർ ഓഫ് യുവർ സറൗണ്ടിങ്സ്. ഇതുപോലെ ആൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഹൗ ഡു യു ബിഹേവ് ടു യുവർ പിയേഴ്സ്, ഹൗ ഡു യു ബിഹേവ് ടു എ കണ്ടംപററി. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ പെങ്ങളുടെ അടുത്തോ പല രീതിയിൽ സംസാരിക്കും. അതുപോലെ നിങ്ങളുടെ കൊളീഗിൻ്റെ അടുത്ത് പോയി യു കാൺ ടെൽ ഷീസ് ലുക്കിംഗ് ഫാറ്റ് ഓർ ഷീസ് ലുക്കിംഗ് ഗുഡ്. അവർക്കത് ഇഷ്ടപ്പെടില്ല എന്ന് വരും ചിലപ്പോൾ. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു വലിയ കൾച്ചറൽ ചേഞ്ച് ആണ് നമ്മുടെ ജേർണലിസം സ്കൂൾസിൽ വരേണ്ടത്. പിന്നെ ഐ തിങ്ക് എൻറ്റയർ കോഴ്സ്, എനിക്ക് എല്ലാ കോളേജസിലെയും ജേർണലിസം കോഴ്സസിനെ പറ്റി അറിഞ്ഞൂടാ. പക്ഷെ ഐ നോ ഫോർ എ സർട്ടൻ ദാറ്റ് മെനി ജേർണലിസം കോളേജസ് ഇൻ ട്രിവാൻഡ്രം, അറ്റ്ലീസ്റ്റ് വൺ prominent college in Trivandrum was making use of a pedophile journalist to teach them. ഇദ്ദേഹം ഒരുപാട് മൊളസ്റ്റേഷൻ കേസിൽ ഇൻവോൾവ് ഒരാളാണ്. എന്നിട്ടും അദ്ദേഹത്തിനെ വിളിച്ച് ആ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളുള്ള കോളേജിൽ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാലം അതിക്രമിച്ചു. വാട്ട് കൈൻഡ് ഓഫ് മീഡിയ എത്തിക്സ് ആർ വി ഫോസ്റ്ററിങ് എന്നുള്ളത് സീരിയസ്ലി തിങ്ക് ചെയ്യണം. മീഡിയ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ എന്ത് കൈൻഡ് ഓഫ് ജേർണലിസം ആണ് ചെയ്യേണ്ടത് എന്നുള്ളതും പഠിപ്പിച്ചു കൊടുക്കണം. ഒരു ദുഃഖം നിറഞ്ഞൊരു വീട്ടിൽ പോയി എന്ത് തരം ചോദ്യങ്ങൾ ചോദിക്കാം, എത്രത്തോളം നമുക്ക് അവിടെ പോയി ട്രാൻസ്ഗ്രസ് ചെയ്യാം, എത്രത്തോളം നമുക്ക് അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരണോ അതോ നമ്മൾ ട്രെസ്പാസ് ചെയ്യണോ എന്നൊക്കെ ഉള്ള നമ്മൾ വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ട കാലമാണിത്. എന്ന് വെച്ചാൽ ടെലിവിഷൻ ഇസ് എവ്രിവെയർ, വീഡിയോ ക്യാമറാസ് ആർ എവ്രിവെയർ, ഫോൺസ് ആർ എവ്രിവെയർ. അപ്പം നമ്മൾ ഒരു ട്രാജഡി നടന്ന വീട്ടിൽ പോയി ചെന്ന് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് നിൽക്കുകയാണോ വേണ്ടത്, അതോ നമ്മൾ എംപത്തൈസ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട്. ഇനിയിപ്പം പ്രിന്റ് മീഡിയം കാട്ടി കൂടുതൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമും, എൻ്റെ മക്കൾ രണ്ടുപേരും പേപ്പർ വായിക്കാറില്ല, ദോ മൈ സൺ ലോ ഇസ് എ ജേർണലിസ്റ്റ് ടു. അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കുത്തിലാണ്, ഈ ഫോണിലാണ് ന്യൂസ് വായിക്കുന്നത്. രണ്ടുപേരും വളരെ ന്യൂസ് വായിക്കുന്നവരാണ്, വെരി അവെയർ ആണ്, പക്ഷെ പത്രം വായിക്കാറില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സൺ ലോ ഇസ് എ ജേർണലിസ്റ്റ്, ഈവൻ ഹി ഡസ് നോട്ട് റീഡ് ദ പേപ്പർ. എല്ലാം ഈ ലാപ്ടോപ്പിലും ഐപാഡിലും ഒക്കെയാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ കുറെ കൂടെ അത് ആക്സസിബിൾ ആകുമ്പം ന്യൂസ് പേപ്പേഴ്സിന് വില വരണമെങ്കിൽ വി റിയലി ഹാവ് ടു തിങ്ക് അബൌട്ട് ഹൗ വി ക്യാൻ മാറ്റർ ഇൻ ദ ലൈഫ്സ് ഓഫ് അവർ റീഡേഴ്സ്. ദാറ്റ് ഇസ് ദ ഒൺലി വേ ഔട്ട്. നമ്മൾ ഈ കോച്ചിങ് ക്ലാസ്സസിനെ പ്രൊമോട്ട് ചെയ്ത് എല്ലാം വേണം, പക്ഷെ വി ഹാവ് ടു ഡിസൈഡ് വാട്ട് ഇസ് ദ മോട്ടോ ബിഹൈൻഡ് അവർ ജേർണലിസം എന്നുള്ളത്. പണ്ടൊക്കെ തലസ്ഥാനത്തിന്റെ പത്രം എന്ന് പറയുന്ന കേരളകൗമുദി ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാ വീട്ടിലും കേരളകൗമുദിയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് കുറെ കഴിഞ്ഞപ്പോൾ അത് മാറി. ഇപ്പോൾ ഐ ഡോണ്ട് നോ വൈ വേറെ പത്രങ്ങൾ വന്നു, വേറെ ഇതെല്ലാം വന്നു. അപ്പം നമ്മൾ ശരിക്കും ഇതിൻ്റെയൊക്കെ വിലയിരുത്തേണ്ട കാലം വന്നു. വാട്ട് ഈസ് ദ തിങ് ദാറ്റ് വി ഗെറ്റ് ഫ്രം അവർ പേപ്പേഴ്സ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ലുക്ക് ഫോർ ഇൻ എ മാഗസീൻ, വാട്ട് ഇസ് എ കൈൻഡ് ഓഫ് എത്തിക്സ് ദാറ്റ് വി ആർ ഫോസ്റ്ററിങ് ത്രൂ എ മാഗസീൻ. ഞാൻ പിന്നെ റീഡേഴ്സ് ഡൈജസ്റ്റ് പണ്ട് മുഴുവൻ വായിക്കുമായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു പ്രീ ഡിഗ്രി കോളേജിലൊക്കെ ആയപ്പോഴാണ് യു സഡൻലി സ്റ്റാർട്ട് റിയലൈസിങ് എത്രത്തോളം US പോളിസീസിനെ ഫേവർ ചെയ്താണ് അവർ എഴുതുന്നതെന്ന്. അത് പിന്നെയാണ് ആ റിയലൈസേഷൻ വരുന്നത്. പക്ഷെ ആ റിയലൈസേഷൻ കുട്ടികളിൽ ഉണർത്തി അത് ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ടാക്കി കൊടുക്കണം നമ്മൾ, ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റോങ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ് എന്ന്. അതാണ് എനിക്ക് തോന്നുന്നത് ജേർണലിസം സ്കൂളിൻ്റെ ഹൗ ടു റൈറ്റ് ആൻഡ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് ജേർണലിസം യു ആർ പ്രാക്ടീസിങ് ടുഡേ എന്ന്. നമ്മളിപ്പോൾ ചില ന്യൂസ് ആങ്കേഴ്സിൻ്റെ ഒക്കെ കണ്ടാൽ നമുക്ക് പലരും ന്യൂസ് തന്നെ കാണാറില്ല, ഇവരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അവരെ വലിയ വലിയ ഡിഗ്നിറ്ററി വിളിച്ച് ദ കൈൻഡ് ഓഫ് എന്താണ് ടോക്കിംഗ് ഹെഡ്സ് ഹു കം ഓൺ പാനൽസ് എന്നും സ്ഥിരം കുറേ 5 പേര് അവർ പറയുന്ന 5 കാര്യം അവർ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇസ് ദിസ് വാട്ട് വി വോണ്ട് ടു ഹിയർ ഓൺ ന്യൂസ് ചാനൽസ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ലുക്ക് ഫോർ ഇൻ അവർ ന്യൂസ് ചാനൽസ് ആൻഡ് ന്യൂസ് ഓർഗനൈസേഷൻസ്. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാനിപ്പം ഹിന്ദു വിടുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലും റിട്ടൺ വേർഡും ഉണ്ട്, പക്ഷെ ഒരുപാട് ഓൺലൈനിൽ ഞങ്ങളുടെ ആർട്ടിക്കിൾസ് പോകുന്നുണ്ടായിരുന്നു. അത് പലർക്കും ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തും എല്ലാവർക്കും പേപ്പറിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇത് ഓൺലൈൻ പോകുന്നതാണ് നിങ്ങൾക്ക് കൂടുതലും സഹായകരം, ബിക്കോസ് ഇത് ഗെറ്റ് ഷെയർഡ്. ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഇങ്ങനെ നമ്മൾ PDF എടുത്ത് ഷെയർ ചെയ്യാനല്ലേ പറ്റുള്ളൂ, ഇത് ലിങ്കാണ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം പിന്നെ ഓഫ് കോഴ്സ് പേ വാൾസ് വരുന്നതാണ്. പേയ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല പല ആർട്ടിക്കിൾസും. അപ്പം അതൊരു ഒരു സീരിയസ് ഫുഡ് ഫോർ തോട്ട് തന്നെയാണ്.
ബിക്കോസ് എനിക്ക് പോലും ഞാൻ എഴുതിയ ആർട്ടിക്കിൾസ് എനിക്ക് വായിക്കാൻ പറ്റില്ല അൺലെസ് ഐ സബ്സ്ക്രൈബ് ആൻഡ് പേ ഫോർ ദ പേ വാൾ. അല്ലാണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല ആർട്ടിക്കിൾസ്. എൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ട് ശരിയാണ്, പക്ഷെ യു കാൺ റീഡ് ദോസ് ആർട്ടിക്കിൾസ്. അപ്പം അതൊക്കെ ന്യൂസ് പേപ്പേഴ്സ് ഡെസ്പെററ്റ്ലി ട്രൈങ് ടു മേക്ക് പ്രോഫിറ്റ്സ് ഔട്ട് ഓഫ് ദ ബിസിനസ് ആണ്. ഇതൊക്കെ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ആണ് ഇനിയും വരും കാലങ്ങളിൽ. പിന്നെ ലൈക്ക് ഐ സെഡ് ഏർലിയർ, ജേർണലിസം ഒരിക്കലും ഒരു കോൺക്രീറ്റ് പില്ലേഴ്സ് അല്ല. ഇറ്റ് ഇസ് ചേഞ്ചിങ് എവറി ഡേ. നമ്മളൊരു 100 വർഷം പഴയകോട്ടെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഈവൻ എൻ്റെ ഹിന്ദു, ഗാന്ധിജി മരിച്ച ദിവസം ഞങ്ങളുടെ പേജ് നിറയെ ഫ്രണ്ട് പേജ് മുഴുവൻ ആഡ്സ് ആയിരുന്നു. അകത്തോ അങ്ങാണ്ടാണോ വാർത്ത വന്നത്, അതോ ചെറിയൊരു ന്യൂസാണ്. അതുമാതിരി EMS മരിച്ച അന്ന് EMSൻ്റെ ഒരു സിംഗിൾ കോളം ന്യൂസാണ് വന്നത് ഹിന്ദുവിൽ ജസ്റ്റ്. പിന്നെയാണ് അകത്തോട്ടാണ് ന്യൂസ് കൊടുത്തത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ആവില്ല. അപ്പൊ ന്യൂസ് എന്ന് പറയുന്നത് എന്നും അത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ചേഞ്ച് ഇസ് ദ ഒൺലി കോൺസ്റ്റന്റ് ഇൻ ദ മീഡിയ വേൾഡ്. അത് നമ്മൾ അതിനൊപ്പം നമുക്ക് മാറാൻ പറ്റണം. ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പം പണ്ട് നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ആയിരുന്നു. അതിനൊക്കെ ഞങ്ങൾ തന്നെ പേജ് ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ ഓൺലൈൻ ചെയ്യാൻ തുടങ്ങി. വി കുഡ് റീഡ് അവർ ആർട്ടിക്കിൾസ് ഓൺലൈൻ. So that is the challenge of being a journalist. That is also the most interesting part of being a journalist. You never ever get bored. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒട്ടും റിഗ്രറ്റ് ഇല്ല. ചലഞ്ചസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ശ്രദ്ധ അത്രത്തോളം കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ ചിലപ്പം അത്രത്തോളം കൊടുക്കാൻ പറ്റിയിട്ടില്ല ചില സമയങ്ങളിൽ. പക്ഷെ അതിനൊക്കെ നമ്മൾ the kind of programs you have covered. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അവസരമാണ് മഹീന്ദ്ര കബീര ഫെസ്റ്റിവലിൽ പോകാൻ പറ്റിയത് വാരാണസിയിൽ. ഇറ്റ്സ് എന്തൊരു ഇൻഡെലിബിൾ മെമ്മറീസ് ആണ് ആ ഫെസ്റ്റിവൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ഗംഗ. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റുന്നതാണ്. ടു ബ്രിങ് ദോസ് കൈൻഡ് ഓഫ് സ്പോൺസേഴ്സ് ആൻഡ് ടു പ്രൊവൈഡ് ദോസ് കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് ടു ട്രാവലേഴ്സ് ആൻഡ് ടൂറിസ്റ്റ് ആൻഡ് ടു പീപ്പിൾ ഇൻ കേരള. ആൻഡ് യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. നത്തിങ് കംസ് ഫ്രീ. നമ്മുടെ കേരളത്തിൽ എപ്പോഴും നമ്മുടെ വിചാരം കൾച്ചറൽ പ്രോഗ്രാംസ് മസ്റ്റ് ബി ഫ്രീ എന്ന്. നത്തിങ് കംസ് ഫ്രീ. എവറിത്തിങ് ഹാസ് ടു. ഇവർക്ക് ജീവിക്കണ്ടേ? ഇത്രയും നാൾ ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കഥകളി ആർട്ടിസ്റ്റ് ഒക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന വല്ല ഫ്രീ ആയി പോയി കാണണം എന്നാണ്. They have trained for so many years. They've given the good part of their lives for this. അപ്പോൾ അത് നമ്മൾ ഫ്രീ ആയിട്ട് കാണണം എന്ന് പറയുന്ന ഒരു തെറ്റായ മെൻറ്റാലിറ്റിയാണ്. ടിക്കറ്റഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ആർ എ മസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ലൈക്ക് അവേഴ്സ്. We must be willing to pay to watch. അത് മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു ആ മഹീന്ദ്ര ഫെസ്റ്റിവൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ഗംഗ. അപ്പം അങ്ങനത്തെ നമുക്ക് ഫെസ്റ്റിവൽസ് കവർ ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ഒരു ഭാഗം. അതുപോലെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഒരു സെക്കൻഡ് ഫെസ്റ്റിവൽ തൊട്ട് ഇൻറ്റൻസീവ്ലി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത് വളർന്നതും അത് ഇത്രയും ഒരു ഡെമോക്രാറ്റിക് ഒരു പ്രോസസ്സായതും പീപ്പിൾ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഒരു ഇത്രയും സമ്പന്നമായ ഒരു ഫെസ്റ്റിവൽ എൻ്റെ കൺമുമ്പിൽ വളർന്നു കണ്ടതാണ്. സോ ദോസ് ആർ ഓൾ ദ പ്ലസസ് ഓഫ് ബീങ് ഇൻ എ ജോബ് ലൈക്ക് ദിസ്. ആൻഡ് ടു സീ പീപ്പിൾ ബ്ലോസം, പീപ്പിൾ ഹു ഹവ് സീൻ ബിഗിനേഴ്സ്, ഇറ്റ്സ് ബീൻ എ ബ്യൂട്ടിഫുൾ ജേർണി. ദേ വർ ടഫ് ടൈംസ് ഷുവർ. നമുക്ക് ചിലപ്പോൾ നമുക്ക് ദേഷ്യം, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞങ്ങളുടെ ഒരു അസോസിയേറ്റ് എഡിറ്റർ വന്നിട്ട് സിദ്ധാർത്ഥ് ഭദ്രരാജൻ എഡിറ്റർ വന്നു ഞങ്ങളുടെ ഓഫീസിൽ. അപ്പം എല്ലാവരെയും ഞങ്ങളുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഞങ്ങളുടെ റെസിഡന്റ് എഡിറ്റർ ഹു ഹാഡ് ടു ക്വിറ്റ് അണ്ടർ എ ക്ലൗഡ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, മെട്രോപ്ലസിനെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. സോ ദെൻ ഐ സെഡ് സർ, ഞങ്ങൾ വി റൈറ്റ് ദ സ്റ്റഫ് ദറ്റ് പീപ്പിൾ റീഡ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിദ്ധാർത്ഥ് വാസ് സച്ച് എ ജെന്റിൽ, നല്ലൊരു എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം കേം ആൻഡ് സ്പോക്ക് ടു അസ്, ഹി മെറ്റ് അസ്. ഇതൊക്കെ വെൽ പ്ലാൻഡ് സ്ട്രാറ്റജീസ് ആണ്. എനിക്ക് സ്ത്രീകളോട് തളരരുത്, അതാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. You will have to face so many challenges like this because when women work, they are really good at what they do. അപ്പോൾ അവരെപ്പോഴും ഒരു ത്രെറ്റ് ആയിട്ടും ലോട്ട് ഓഫ് പീപ്പിൾ സീ ദം ആസ് എ ത്രെറ്റ്, മെൻ ഇൻക്ലൂഡഡ്. അത് കണ്ട് നമ്മൾ തളരരുത്. ബി സ്ട്രോങ്. Enjoy the work that you do because it is a very, very remarkable profession that you in, where you're in the thick of things. നമുക്ക് ലോകം മാറുന്നത് കാണാൻ ഒരു അവസരം കിട്ടുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് I have no regrets whatsoever, despite the big difficulties and heartbreak and depressing times that I've been through. At the end of it, I think when I look back, it's been just a beautiful, memorable journey that I'm always grateful for. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മകളാണ് ലക്ഷ്മി. ലക്ഷ്മി ബാംഗ്ലൂരിലെ ഇന്ത്യൻ മ്യൂസിക് എക്സ്പീരിയൻസ് മ്യൂസിയമോളജിസ്റ്റ് ആണ്. അവൾക്ക് സ്റ്റെല്ല മാറിസ് BA MA ഫൈൻ ആർട്സ് ചെയ്തു. അത് കഴിഞ്ഞ് സിംഗപ്പൂറിൽ മ്യൂസിയമോളജി പഠിച്ചു. അത് കഴിഞ്ഞ് ഇന്ത്യൻ മ്യൂസിക് എക്സ്പീരിയൻസിൽ അവൾ മ്യൂസിയം അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യണു, അതിൻ്റെ കമ്മ്യൂണിറ്റി സർവീസസിൻ്റെ.
മരുമകൻ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് രോഹിത് നായരാണ്, റോയിട്ടേഴ്സിൽ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. ഇളയ മകൻ ഗൗതം ഡോക്ടറാണ്, ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പം കിംസ് നാഗർകോവിലിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഗൗതമിൻ്റെ വൈഫ് നവ്ന സൈക്കാട്രിസ്റ്റ് ആണ്, ഡോക്ടറാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഒരു സബാറ്റിക്കൽ എടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞുണ്ട്, മൈത്രേയി. അപ്പം അവർ രണ്ടുപേരും നാഗർകോവിലാണ്. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഹസ്ബൻഡ് ഡെയിംലറിലായിരുന്നു, ഭാരത് ബെൻസിൽ ജനറൽ മാനേജറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു 5-6 വർഷം മുമ്പ്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീട്ടിലുണ്ട്, ട്രിവാൻഡ്രത്താണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. അമ്മയുണ്ട് ഓഫ് കോഴ്സ്. ആൻഡ് എൻ്റെ യങ്ങസ്റ്റ് സിസ്റ്റർ രമ നാഗരാജൻ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഡിറ്ററാണ് ഹെൽത്തിൻ്റെ. ഷീ ലുക്സ് ആഫ്റ്റർ ഹെൽത്ത്. ബാക്കി 2 പേര്, എൻ്റെ സെക്കൻഡ് സിസ്റ്റർ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നു, യങ്ങസ്റ്റ് ബ്രദർ US